യേശു പറഞ്ഞു, 2 or 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ യേശുവുണ്ട്. വിശ്വസിക്കാൻ കർത്താവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം നമ്മളിവിടെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. സ്തോത്രം. ഇന്നലെ പകൽക്കാലം നമ്മുടെ കർത്താവിന്റെ സഭയെ കുറിച്ച് ആമേൻ സ്തോത്രം, സഭ എങ്ങനെയായിരിക്കണം, ഏതെല്ലാം തലങ്ങളിലാണ് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ചെറിയ അനുഭവത്തെ കുറിച്ച് പറയുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ആമേൻ. തുടർന്നുള്ള ദിവസങ്ങളിൽ ആമേൻ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ദൈവവചനത്തിന്റെ ആഴമായ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഗ്രഹിച്ച് കർത്താവിൽ സന്തോഷിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ ദൈവം സഹായിക്കട്ടെ. അതിനായിട്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനായി അപ്പോസ്തലനാകുന്ന പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിപ്പാൻ കർത്താവ് വായിക്കും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. പിശാചിന്റെ തത്വങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവേൻ. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം കണ്ണുകളടയ്ക്കാൻ പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ ദൈവമേ, അവിടെ ഞങ്ങളുടെ കർത്താവും ദൈവമായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി നമ്മോട് സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവാൻ സ്വർഗീയ പിതാവ് ഈ പകൽക്കാലം അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പിശാചിന്റെ തന്ത്രങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ സർവ്വ ആയുധവർഗം ധരിക്കപ്പെട്ടവരായി ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവകൃപ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലത്ത് രാത്രികാലത്തെ ശുശ്രൂഷ ദൈവം ആദരിക്കണമേ. വചനം ശക്തിയോടെ തന്റെ ജനത്തിന്റെ ഹൃദയത്തിൽ വിളങ്ങണമേ. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തു മൂലം യാചിക്കുന്നു, പിതാവ് കൈക്കൊള്ളുമാറാകട്ടെ. ഒരു കാര്യങ്ങൾ ഉയർത്തി കർത്താവ് ഞാൻ സ്തുതിച്ചു. സ്തോത്രം. കഴിഞ്ഞ 2 ദിവസം സന്തോഷമായിരുന്നു. നമ്മളൊരു 3-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട അവിടുത്തെ സാഹചര്യം കേട്ടപ്പോൾ യേശു കർത്താവിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ടൊന്നും പരാജയപ്പെടത്തില്ല കേട്ടോ, ഒന്നും പരാജയപ്പെടത്തില്ല. വെളിപ്പാട് പുസ്തകം ശ്രദ്ധിച്ചാൽ മതി. 1-ാം അധ്യായം അതിന് 9-ാമത്തെ വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, അവനവന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയ യോഹന്നാൻ എന്ന ഞാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വചനവും ദൈവത്തിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായി. ആമേൻ സ്തോത്രം. വൃദ്ധനാകുന്ന യോഹന്നാൻ ആയിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വചനവും ദൈവത്തിന്റെ സാക്ഷ്യവും നിമിത്തമാണ്. യേശു കർത്താവിന്റെ വചനവും ദൈവത്തിന്റെ സാക്ഷ്യവും നിമിത്തം നമുക്ക് പലതും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇത് നന്നായി തിരിച്ചറിഞ്ഞാലേ നമ്മൾ അറിഞ്ഞിരിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്തുകൊടുക്കണ്ട യോഹന്നാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞ മനസ്സിലായി, യേശു ക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയ ഞാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ ഈ കഷ്ടതയിലൊക്കെ നമ്മൾ എന്തെടുക്കുക? കർത്താവിന്റെ കഷ്ടതയിൽ കൂട്ടാളികളാണ്. പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ യെശയ്യാ 53:10 പറഞ്ഞത്, അവന് കഷ്ടം വരുത്തി പിതാവായ ദൈവം തന്റെ പുത്രനായ ദൈവത്തിന് കഷ്ടം വരുത്തി അവന്റെ പ്രാണൻ ഒരകത്തി യാഗമായി തീരുകയും അവൻ ദീർഘായുസ്സ് പ്രാപിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പം പിതാവായ ദൈവം എന്തെടുത്തു? കഷ്ടം വരുത്തി. പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, കഷ്ടം ഒരു കൃപയാണ്. സ്തോത്രം. കൃപാവരങ്ങളിൽ പെട്ട ഒന്നാണെന്ത്? കഷ്ടം എന്നും പറഞ്ഞ് ആ കൃപയ്ക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യണ്ട. അത് നിങ്ങൾ ഉപവസിച്ചില്ലേലും എന്തുകൊടുത്തോളൂ, വന്നോളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്രകാരമായിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. കർത്താവിന്റെ ദാസൻ തൊട്ട് പറഞ്ഞ കാര്യങ്ങൾ തൊട്ട് പറഞ്ഞു പോവാം. നമ്മൾ അന്യഭാഷയൊക്കെ പറഞ്ഞ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ പറയുന്നത്, ഒരുവൻ അന്യഭാഷ സംസാരിക്കുന്നെങ്കിൽ അവൻ മനുഷ്യനോടല്ല നമ്മള് ദൈവത്തോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തോട് സംസാരിക്കണം. ദൈവത്തോട് സംസാരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവത്തോട് സംസാരിക്കുമ്പോൾ ആമീൻ സ്തോത്രം. അടുത്തത് എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്, നമ്മുടെ ആമീൻ സ്തോത്രം ആത്മസാന്നിധ്യം, ആത്മശക്തി വർദ്ധിക്കുകയാണ്. സ്തോത്രം. അന്യഭാഷ പറഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ എന്തൊടുക്കുക? ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി വർദ്ധിക്കുകയാണ്. അതാണ് പൗലോസ് പറയാൻ തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങളൊടുവിൽ കർത്താവിൽ ശക്തിപ്പെടുവീൻ. അപ്പം അതിനൊരു ആധാരമാണ് എന്ത്? അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം നാം അപ്രകാരമാകുന്നതിന് മുമ്പ് ഈ ആത്മനിറവിലേക്ക് നമ്മളെ കൊണ്ടുവരാത്ത, ആത്മനിറവിലേക്ക് നമ്മളെ നടത്താത്ത ഒരു അന്ധകാര മണ്ഡലമുണ്ട്. അത് നമ്മളെ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിഞ്ഞ് ഇതിനോട് പോരാടാനായിട്ടാണ് ഈ നാളുകളിൽ നമ്മൾ ഒരുങ്ങേണ്ടത്.
Praise the Lord. നമ്മൾ നിൽക്കുന്നത് ഒരു പോർക്കളത്തിലാണ്. Praise the Lord. നമ്മുടെ ശത്രു അയൽവാസികളോ സഹോദരവർഗങ്ങളോ പ്രിയപ്പെട്ടവരോ വിശ്വാസികളോ ഒന്നും അല്ല. നമ്മുടെ ശത്രു ആരാണെന്ന് നന്നായി മനസ്സിലാക്കണം. Praise the Lord. നാം പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ സ്തോത്രം, നമ്മുടെ ശത്രു ആരാണെന്ന് നന്നായി മനസ്സിലാക്കി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ശത്രുവിനെ ജയിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നു വിചാരിക്കുക. ആമേൻ സ്തോത്രം, ചൈനയ്ക്ക് നേരെ വെടിവെച്ചുകൊണ്ട് ആമേൻ സ്തോത്രം പാകിസ്ഥാൻ തോക്കോ? ഇല്ല. ആമേൻ. ആരാണ് നമ്മളോട് യുദ്ധത്തിന് വരുന്നതെന്ന് എന്തെടുക്കണം? തിരിച്ചറിഞ്ഞ് നമ്മള് ആമേൻ യുദ്ധത്തിൽ യുദ്ധതന്ത്രങ്ങളുണ്ട്. അത് ചെയ്തെങ്കിൽ മാത്രമേ ആമേൻ നമുക്കൊരു നല്ല വിജയം വരിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിൽ ദൈവമക്കൾക്ക് എപ്പോഴും യുദ്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരുമായിട്ടാണ് യുദ്ധം? മനുഷ്യനുമായിട്ടല്ല. ആമേൻ. മറഞ്ഞിരിക്കുന്ന കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു അന്ധകാര മണ്ഡലമുണ്ട്. ഈ അന്ധകാര മണ്ഡലത്തോട് നമ്മൾ എന്തോ ചെയ്യണം? ആമേൻ. ആത്മാവിൽ യുദ്ധം ചെയ്ത് പ്രാർത്ഥിച്ച് ജയിപ്പാനായിട്ട് നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ദാസനാകുന്ന ദാനിയേല് താൻ ഉപവസിച്ചപ്പോൾ അങ്ങനായിരുന്നു ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. നിങ്ങൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമെങ്കിൽ, ആമേൻ സ്തോത്രം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. എങ്കിലും പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാനാ ഞാനൊരു അല്പം നീട്ടിയും കുറുക്കിയും നിർത്തിയും പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിനെ കണ്ടില്ല ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ദാനിയേൽ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പലർക്കും ദാനിയേൽ എവിടെ കിടക്കുന്നതെന്ന് പോലും ആമേൻ അറിയത്തില്ല. പോട്ടെ. സ്തോത്രം. എന്തായിരുന്നാലും അദ്ദേഹം സിംഹക്കുഴിയിലല്ലെന്ന് ഞാൻ നിങ്ങളോട് പറയാം. വേഗത്തിലാകട്ടെ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം. എങ്കിലും പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനാകുന്ന മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. ഞാൻ അവനെ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് അറിയിക്കേണ്ടതിന് ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാം ഈ വേദഭാഗം ഒന്ന് തൊട്ട് ബാക്കി ഭാഗത്തോട്ട് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ അർത്ഥം നിങ്ങൾ ചുവന്ന് ശ്രദ്ധിക്കണം. ദാനിയേൽ പ്രവാചകൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തത് തന്റെ സ്വന്തമായ ഒരു കാര്യത്തിനു വേണ്ടി ആയിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അദ്ദേഹത്തിന്റെ ഉപവാസ പ്രാർത്ഥനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം കഴിഞ്ഞ 70 വർഷത്തോളം ആകാറായി ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ ജനം ഇസ്രായേൽ ബാബിലോണിലേക്ക് അല്ലെങ്കിൽ നെബൂഖദ്നേസറിന്റെ അടിമത്തത്തിലേക്ക് പോയിട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ താൻ ദൈവസന്നിധിയിൽ ഇരുന്ന പ്രവചന പുസ്തകങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ തനിക്കൊരു കാര്യം ബോധ്യമായതാണ്. ആമേൻ. യിരെമ്യാ പ്രവാചകന്റെ കാലസംഖ്യാ പുസ്തകത്തിൽ നിന്ന് ഞാൻ 9-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നത്. യിരെമ്യാ പ്രവാചകന്റെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9:3. യിരെമ്യാ പ്രവാചകന്റെ കാലസംഖ്യാ പുസ്തകത്തിൽ നിന്ന് ആമേൻ സ്തോത്രം, ഇസ്രായേലിന് ഇപ്പോൾ ഭവിച്ചിരിക്കുന്ന ആമേൻ സ്തോത്രം അടിമത്തത്തിൽ നിന്നുള്ള മോചനം പ്രവാചകൻ ആത്മാവിൽ എഴുതി വെച്ചിരിക്കുന്നത് തനിക്ക് ഗ്രഹിപ്പാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നു ആമേൻ സ്തോത്രം, യിരെമ്യാവിന്റെ കാലസംഖ്യാ പുസ്തകത്തിൽ നിന്ന് ഞാൻ അത് ഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഗ്രഹിച്ചപ്പോൾ എന്താ? ഗ്രഹിച്ചപ്പോൾ ഞാൻ ഉപവസിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാ പ്രിയപ്പെട്ടവരെ, ആമേൻ സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളൊരു ഉപവാസ പ്രാർത്ഥനയിലാണ്. നമുക്ക് അനവധി വിഷയങ്ങളുണ്ട്, നമുക്ക് അനവധി കാര്യങ്ങളുണ്ട്. പക്ഷേ ഉപവാസത്തിന്റെ ആഴമായ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഗ്രഹിച്ച് ആമേൻ സ്തോത്രം, നാം ദൈവസന്നിധിയിൽ താണിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രതികൂലമായി നിൽക്കുന്ന വ്യാപാരങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന്മേൽ ജയമെടുക്കുകയാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന പരമമായ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ആമേൻ സ്തോത്രം, ഇസ്രായേൽ ജനത 70 വർഷക്കാലം ബാബേലിൽ പ്രവാസികളായി പോയി. ദൈവത്തിന് സ്തോത്രം.
ഹല്ലേലൂയ. അതിന്റെ യാഥാർത്ഥ്യം എന്താ എന്ന് ചോദിച്ചാൽ ആമേൻ സ്തോത്രം, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനത ദൈവത്തിന് തെറ്റിപ്പോയി. സ്തോത്രം. ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയപ്പോൾ ദൈവം അവരെ എന്ത് കൊടുത്തു? നെബൂഖദ്നേസറിന്റെ അടിമത്തത്തിലേക്ക് വിട്ടു. പ്രൈസ് ഗോഡ്. ഈ ഭാഗം അതൊരു വലിയ വാസ്റ്റായിട്ടുള്ള സബ്ജക്റ്റ് ആണ്, എനിക്ക് തൊടാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. അതിന് ചില പിരിവുകൾ എടുത്ത് 1 by 1 ആയിട്ട് പഠിപ്പിച്ചാലേ എങ്ങനെ ഇസ്രായേൽ ജനത ബാബേലിൽ അടിമയായി എന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പൊ ഞാനൊന്ന് ഈ തൊട്ടുതുരുമി അങ്ങ് പോവാം, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ അടിമയാകിയ സാഹചര്യങ്ങളിൽ താനും തന്റെ കൊച്ചു പരുവത്തിൽ, സ്തോത്രം, ചില പണ്ഡിതന്മാർ പറയുന്നു ഏകദേശം ദാനിയേലിന് ഒരു 14 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. 14 വയസ്സുള്ള ദാനിയേലെ ആമേൻ സ്തോത്രം രാജകുലത്തിൽപ്പെട്ട സന്തതിയാകയാൽ അവനെയും പിടിച്ചു കൊണ്ടുപോയി. ജോസിഫസിന്റെ ആമേൻ സ്തോത്രം ചരിത്ര പുസ്തകം പറയുന്നത് ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയിട്ടുള്ളതിന് ശേഷം ഏകദേശം ഒരു 500 നിസാരന്മാരായ പണി ചെയ്യാൻ കൃഷിഭൂമിയിൽ, മുന്തിരിത്തോട്ടത്തിൽ, ഒലിവ് തോട്ടത്തിൽ, അവൻ നാരകത്തോട്ടത്തിൽ പണി ചെയ്യാനുള്ള ഏതാനും ചില കുടുംബങ്ങൾ, ഒരു 500-ൽ പരം കുടുംബങ്ങൾ മാത്രമേ സ്തോത്രം ഇസ്രായേലിൽ ശേഷിച്ചിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെ മുഴുവൻ കൊണ്ടുപോയി. സ്തോത്രം. ബുദ്ധിമാന്മാരും ജ്ഞാനികളും ആമേൻ സ്തോത്രം പലവിധമാകുന്ന കഴിവുകളുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവര് ഹല്ലേലൂയ സ്തോത്രം ആ രാജ്യത്ത് വീടുകൾ പണിയുകയും പാർക്കുകയും ഒക്കെ ചെയ്തു. ചില പ്രിയപ്പെട്ടവർ എന്തെടുത്തെന്ന് അറിയാമോ? സ്തോത്രം 70 വർഷം ആകാൻ പോവാ, ഒരു തലമുറ തീരാറായി, ഇല്ലയോ? സ്തോത്രം. അവരവിടെ തന്നെ വീടൊക്കെ പണിത് ഇനി ബാബേലിൽ എന്തെങ്കിലും പോകുന്നില്ലെന്ന് പറഞ്ഞ സെറ്റിൽമെന്റിനായിട്ട് അങ്ങ് ഒരുങ്ങി. മനസ്സിലായോ? ഈ സാഹചര്യങ്ങളിൽ ആമേൻ സ്തോത്രം പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ, ആമേൻ സ്തോത്രം, പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ ആമേൻ സ്തോത്രം തിരുവെഴുത്തുകൾ നന്നായി ഗ്രഹിച്ച ദാനിയേല് ഈ വിഷയത്തിന്മേൽ ഉപവസിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആകുന്നെങ്കിൽ ആമേൻ സ്തോത്രം എന്തിനാണ് ദാനിയേല് ഉപവസിച്ചത്? ഇസ്രായേലിനൊരു ആമേൻ ദൈവജനത്തിനൊരു പുറപ്പാട് വേണം. ഇത് നമ്മുടെ രാജ്യമല്ല, ഇത് അന്ധകാരം പിടിക്കപ്പെട്ടിരിക്കുന്ന അടിമം ആമേൻ സ്തോത്രം ആത്മവ്യാപാരമുള്ള ഒരു ദേശമാണ്. ഈ ദേശത്തു നിന്ന് നമുക്ക് എന്തൊടുക്കണം? ദൈവം നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ആമേൻ സ്തോത്രം പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ നാടുണ്ട്. എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്ത ഈ കനാൻ നാട്ടിൽ നമ്മുടെ പിതാക്കന്മാർ പാപം ചെയ്തത് കൊണ്ട്, ദൈവത്തിന് ഹിതമല്ലാത്ത ആരാധന നടത്തിയത് കൊണ്ട്, അവൻ ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാതിരുന്നത് കൊണ്ട്, അവൻ അശുദ്ധമാകുന്ന യാഗങ്ങൾ കഴിച്ചത് കൊണ്ട് ദൈവം തന്റെ തിരുനിവാസത്തെ ഉപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ജനത്തെ ഹല്ലേലൂയ സ്തോത്രം ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് അവൻ പകൽക്കാലം ഈ ദൂത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ടതുപോലെ ആമേൻ. ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ട ശുദ്ധിയിൽ, വിശുദ്ധിയിൽ നിന്ന് പിന്മാറി അശുദ്ധിയിൽ അകപ്പെട്ട് അവൻ പിന്മാറ്റത്തിലേക്ക് പോയാൽ ദൈവപൈതലെ ശ്രദ്ധിക്കണമേ, ദൈവം ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. അന്നല്ല ഇന്നും അത് നടമാടിക്കൊണ്ടിരിക്കും. നമ്മുടെ ചില വിഷയങ്ങളൊക്കെ ഈ കൂട്ടത്തിലൊക്കെ പെടുന്നതാ, പക്ഷെ അതെനിക്ക് വിവരിക്കാനായിട്ട് സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആമേൻ സ്തോത്രം നെബൂഖദ്നേസറിന്റെ മരണത്തിന് ശേഷം തന്റെ മകൻ ബേൽസസർ ആമേൻ സ്തോത്രം ഭരണത്തിൽ വന്നപ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്തോത്രം മനോഹരമാകുന്ന പാത്രങ്ങൾ താൻ എടുപ്പിച്ചു കൊണ്ടുവന്ന് ആമേൻ സ്തോത്രം തന്റെ മഹത്തുക്കളെ കൂട്ടി വരുത്തി, തന്റെ വെപ്പാട്ടിമാരും ഭാര്യമാരും എല്ലാവരും കൂടെ ചേർന്ന് പ്രൈസ് ദി ലോർഡ് ആമേൻ സ്തോത്രം ഒരു വലിയ ഹല്ലേലൂയ വിരുന്നൊരുക്കി. ഈ ദേവാലയത്തിലെ അതിവിശുദ്ധ പാത്രങ്ങളിൽ വീഞ്ഞു നുകർന്ന് അവർ കുടിച്ച് മ്ലേച്ഛമായ നിലയിൽ ആമേൻ ഇന്ന് പല രാജ്യങ്ങളിലും നടക്കുന്നത് പോലെ നൃത്തം ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആ സന്ദർഭത്തിൽ സ്തോത്രം സർവശക്തനായ ദൈവത്തിന്റെ കൈ ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന് അവൻ ഹല്ലേലൂയ അവന്റെ ഭിത്തിമേൽ അവന്റെ ദൃഷ്ടിപഥത്തിൽ കാണത്തക്ക വിധത്തിൽ ആർക്കും വായിക്കാൻ കഴിയാത്ത ഭാഷയിൽ എഴുതി
ദൈവത്തിന് സ്തോത്രം. മേനേ മേനേ ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ഭാഗം വായിക്കാനായിട്ട് തന്റെ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ഒക്കെ വരുത്തി നോക്കിയിട്ട് സ്തോത്രം ഈ ഭാഗം ഈ എഴുതിയിരിക്കുന്ന വായിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്റെ രാജ്ഞി പറഞ്ഞു, നിന്റെ അപ്പന്റെ കാലത്ത് സ്വപ്ന വ്യാഖ്യാനവും ആച്ഛാദനവും ഉള്ള സ്തോത്രം ദേവന്മാരുടെ ആത്മാവുള്ള ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട്, അദ്ദേഹം ഇത് വായിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദാനിയേലിനെ വരുത്തി. ദാനിയേലോട് ചോദിച്ചു, ദാനിയേലേ സ്തോത്രം ബേൽസസ്സറേ, നിനക്കിത് ഹല്ലേലൂയ സ്തോത്രം വായിപ്പാനായിട്ട് കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ അങ്ങനെ വായിക്കുന്നെങ്കിൽ നിന്റെ കഴുത്തിൽ പൊന്മാലയും രാജ്യത്തിലെ സ്തോത്രം രണ്ടാമത്തെ സ്ഥാനവും നിനക്ക് തരാമെന്നൊരു വാക്ക് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വാക്ക് കൊടുത്തപ്പോൾ രാജാവ് സ്തോത്രം ദൈവഭക്തനാകുന്ന ദാനിയേൽ പറഞ്ഞു, അത് വേറൊരാൾക്ക് കൊടുത്താട്ട് സമ്മാനം വേറൊരാക്കിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പക്ഷേ അർത്ഥം വായിച്ച ഇപ്രകാരമാണ്. യഹോവ നിന്റെ രാജ്യത്വം തൂക്കി നോക്കി നീ കുറവുള്ളവനായി കണ്ടു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിന്റെ രാജ്യത്വം ദൈവം നീക്കി കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി തിരുവചനത്തിൽ എഴുതി, അന്ന് രാത്രി ബേൽസസ്സർ കൊല്ലപ്പെട്ട രാത്രിയിൽ വേറൊരാള് ഭരണത്തിനായിട്ട് കയറുകയാണ്. ഈ കൊല്ലപ്പെടുന്ന സാഹചര്യം ബാബേലിന്റെ ഇതിവൃത്തങ്ങൾ ആദ്യമായതൊക്കെ ഒത്തിരി വിവരിക്കാനുണ്ട്. പക്ഷെ നമുക്ക് അതിനൊന്നും സമയമില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ഈ പറയാൻ പോകുന്നത് ആരാണ് കയറി വരുന്നത്? സ്തോത്രം. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട കോരശ് എന്ന് പറയുന്ന സ്തോത്രം ഒരു പേർഷ്യൻ ചക്രവർത്തിയുടെ കൊച്ചുമകനാ കയറി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്തിനാണ് സ്തോത്രം ഈ കോരശ് വരുന്നത്? സർവശക്തനായ ദൈവം കോരശിന്റെ വല്യപ്പൻ ജനിക്കുന്നതിന് മുമ്പ്, മനസ്സിലായോ തമ്പുരാന്റെ പരിപാടി? കോരശിന്റെ വല്യപ്പൻ ജനിക്കുന്നതിന് മുമ്പ് പ്രവാചകനാകുന്ന യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ എഴുതി വെച്ചു. സ്തോത്രം. എടുത്താട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 1, 2, 3 വാക്യം. പ്രവചന പുസ്തകം യെശയ്യാവ് 45, 1, 2. യഹോവ തന്റെ അഭിഷക്തനായ കോരശിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. അടുത്തത്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യും. നിന്റെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളെ ഗുപ്തനീതികളും എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. മതി. സ്തോത്രം. ഇത് എഴുതുമ്പോൾ സ്തോത്രം കോരശിന്റെ വല്യപ്പൻ പോലും ജനിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ആമേൻ. വർഷങ്ങൾക്ക് മുമ്പ് തമ്പുരാന്റെ പുസ്തകത്തിൽ ആത്മനിവർത്തിയിലായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ എഴുതി കോരശിനോടുള്ള ദൈവത്തിന്റെ യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, നീ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കും. വാതിൽ നിനക്ക് അടയാതിരിക്കേണ്ടതിന് കതക് നിനക്ക് തുറന്നിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്രവാതിലിനെ തുറക്കും, ഇരുമ്പിന്റെ ഓടാമ്പലുകളെ ഖണ്ഡിച്ചു. ഈ ഭാഗമൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ പറയണം ആഗ്രഹമുണ്ട്, പക്ഷെ തീരത്തില്ല. സ്തോത്രം. അങ്ങനെ ഈ കോരശ് ശ്രദ്ധിച്ചോണം, കോരശ് ബാബിലോണിൽ പ്രവേശിക്കാതിരിക്കാൻ പ്രവേശിച്ചാൽ ദൈവജനത്തിനു വേണ്ടി ചില കാര്യം ചെയ്യും. മനസ്സിലായോ? ദൈവജനത്തിന് വേണ്ടി കോരശിനെ കൊണ്ടാണ് ദൈവം ചെയ്യിക്കാൻ പോകുന്നത്. സ്തോത്രം. ദൈവജനത്തിന് വേണ്ടി ചില കാര്യങ്ങൾ കോരശ് ചെയ്യും. ഇത് ചെയ്യാതിരിക്കാൻ പ്രൈസ് ദി ലോർഡ് ആ പേർഷ്യൻ രാജ്യത്തിന്റെ അധിപതിയായ പിശാച് ഈ കോരശ് ഇങ്ങോട്ട് കടന്നു വന്ന ബാബേൽ സാമ്രാജ്യം പിടിച്ചെടുക്കാതിരിക്കാൻ ഇവനെ തടയുകയാണ്.
ഹലോ, അല്ല മനസ്സിലായോ? മനസ്സിലായോ? സ്തോത്രം. എന്നാൽ ഈ കോരശ് വന്ന് ഇവിടുന്ന് ദൈവത്തിന്റെ പ്രവൃത്തി നടത്തി ഈ ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സകല വസ്തുക്കളുമായി ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് ഒരു ദൈവഭൃത്യൻ ഇരുന്ന് കോരശിന്റെ തടസ്സത്തെ തകർക്കാനിരുന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് വാനൊന്നുമല്ല പ്രാർത്ഥിക്കുന്നേ. കോരശ് വന്ന് രാജ്യത്വം സ്ഥാപിച്ചെങ്കിലേ ഇവിടുന്ന് തന്റെ ജനത്തിനൊരു പോക്ക് നടക്കത്തുള്ളൂ. അതിനു വേണ്ടി എന്തോടുത്തു? ഇരുന്ന് ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോരശ് വരാതിരിക്കാൻ തിരുവചനത്തിൽ എഴുതി. സ്തോത്രം ഇങ്ങനെ തെളിച്ചല്ല എഴുതിയിരിക്കുന്നേ. സ്തോത്രം നമ്മളതിന്റെ പിന്നിലെ ചരിത്ര ഭാഗങ്ങളോട് വിവിധ തലങ്ങളിൽ ശ്രദ്ധിച്ചാലേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. കോരശ് വരാതിരിക്കാൻ ആ ദേശത്തെ പേർഷ്യൻ രാജ്യത്തിലെ അന്ധകാര മണ്ഡലം തടഞ്ഞു. ഈ തടഞ്ഞു വെച്ചതിന്റെ നടുവിൽ ദൈവത്തിന്റെ ഭൃത്യനാകുന്ന ദാനിയേൽ ഇരുന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, സ്വർഗത്തിലെ ദൈവം താൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ മറുപടി ഇട്ടതാ. പക്ഷേ സ്തോത്രം, മേഘമണ്ഡലത്തിൽ നോക്കുക, പിശാച് ദൈവദൂതിനെ ദാനിയേലിന്റെ പക്കൽ എത്തിക്കാതെ വണ്ണം തടഞ്ഞു വെക്കുകയാണ്. ഇവിടെ നിന്നൊരു ആത്മദൂത് വിളിച്ചു പറയട്ടെ, ഇന്നും പിശാച് നിങ്ങളുടെ കരങ്ങളിൽ ലഭിക്കേണ്ടുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ ലഭിക്കേണ്ടുന്ന, ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പല നന്മകളെയും അവൻ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവനെ ജയിക്കാനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവനെ തടയുക. സ്തോത്രം. നമ്മുടെ നന്മയെ തടയുന്ന ദുഷ്ട പിശാചിന്റെ മേലെ എന്തൊടുക്കണം? എനിക്കും നിങ്ങൾക്കും ജയമെടുത്തെങ്കിൽ മാത്രമേ മുന്നേറുവാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, 9-ാം അധ്യായത്തിന്റെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 22-23 വാക്യം. 22-23 വാക്യം. അവൻ വന്ന് എന്നോട് പറഞ്ഞതെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനയുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എന്നാ എഴുതിയിരിക്കുന്നേ? നീ ആ വാക്ക് ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ. നീ ഏറ്റവും പ്രിയപ്പെട്ടവനാകുക. സ്തോത്രം. ഏറ്റവും നോക്ക്. അതാ ഞാൻ പറഞ്ഞു. നീ ഏറ്റവും പ്രിയപ്പെട്ടവനെന്നല്ല പറഞ്ഞ, പ്രിയനാകയാ. ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനയുടെ ആരംഭത്തിലെ പ്രാർത്ഥിക്കാൻ. ഇങ്ങോട്ട് നോക്കിയേ, അതിന്റെ അർത്ഥം പ്രാർത്ഥിക്കാൻ മുഴങ്കാലം അടക്കുമ്പോൾ തന്നെ ഉത്തരമല്ലെന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽ എത്ര ദൈവ മക്കൾക്ക് മനസ്സിലാക്കാൻ എന്നാൽ നിനക്ക് ഉത്തരം കിട്ടാതെ വേണം തടയുന്ന അടുത്തൊരു മണ്ഡലമുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഇന്ന് ഉപവാസത്തിന്റെ ഈ 3-ാമത്തെ പകൽക്കാലം ദൈവവൈദ്യരെ മനസ്സിലാക്കി പ്രാർത്ഥിപ്പാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. കൽപ്പന പുറപ്പെട്ടു. അത് നിന്നോട് അറിയിക്കേണ്ടതിനാ ഞാൻ ഇപ്പോ വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ നോക്കണേ, നമുക്ക് വേണ്ടി ഇത് വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ദൂത് കൊണ്ടുവന്ന ഗബ്രിയേല. നമുക്ക് വേണ്ടി ഒരു ദൂത്, നമുക്ക് വേണ്ടി ചില കാര്യത്തിന്റെ വിടുതല നമ്മുടെ പക്കൽ കൊണ്ടുതരാൻ വേണ്ടി ദൈവം സ്വർഗം ചെയ്യുന്ന പദ്ധതി നിങ്ങൾ നോക്കണം. ഒരിക്കലൂടെ 10-14 പോവാനാണ്. സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 14-ാമത്തെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. സ്തോത്രം. 13-ന്റെ അവസാനങ്ങൾ വായിച്ചു. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നുവെങ്കിലും എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനാകുന്ന മിഖായേൽ. കണ്ടോ? ആരാണ്? സൈന്യാധിപനായ
പ്രധാന പ്രഭു, സ്തോത്രം, സൈന്യാധിപൻ, സ്തോത്രം, സ്വർഗത്തിലെ യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അവൻ സ്വർഗത്തിലേക്ക് ആ വലിയ പ്രവർത്തികളെ ചെയ്യുന്ന ദൈവത്തിന്റെ ഉഗ്രദൂതൻ ആര്? മിഖായേൽ. അതാണ് പ്രധാന ദൂതൻ. പ്രധാന ദൂതനാകുന്ന മിഖായേൽ എന്തെടുത്തു? എന്നെ സഹായിപ്പാൻ വന്നു. സ്തോത്രം. ഇപ്പോൾ ഇങ്ങനെ നോക്കി, ദൂതമായിട്ട് ആര് വന്നിരിക്കുക? ഓ, അതാ മുഖല്ല, ഗബ്രിയേലോ. സ്തോത്രം, പോയില്ല അല്ലെ? ഗബ്രിയേല് വന്നിരിക്കുക. പക്ഷെ ഇവിടെ ഒരാളെ നിന്ന് എന്തെടുക്കാം? തടഞ്ഞു വെച്ചേക്കാം, കീപ്പോട്ട് വരാം. പ്രൈസലോ. ഈ ഗബ്രിയേൽ ഇവിടുന്ന് സ്വർഗത്തിലോട്ട് സന്ദേശം അയച്ചു. സ്തോത്രം. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഉടൻ തന്നെ ആരെ വിട്ടു? ഉഗ്രദൂതനാകുന്ന മീഖായേൽ തന്റെ സൈന്യത്തെ ഇങ്ങോട്ട് വിട്ടു. പ്രൈസലോ. വിട്ട് എന്തെടുക്കാന്നറിയാമോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ മധ്യാകാശത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഒരു സ്തോത്രം പോലും നിന്റെ ആമൻ വിഷയത്തിന്റെ മുഖത്ത് ദൈവത്തിന്റെ വിടുതൽ വരുവാൻ സ്വർഗം ചുമ്മാതിരിക്കുകയല്ല, അവിടെ വലിയ പരിപാടി നടന്നുകൊണ്ടിരിക്കുക, പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. അതനുസരിച്ച് നമ്മൾ ആത്മാവിൽ ആരാധിച്ച് ജയമെടുക്കണം. പ്രധാന പ്രഭുക്കന്മാരിലെ ഒരുത്തനാകുന്ന മിഖായേൽ എന്നെ എന്തെടുത്തു? സഹായിപ്പാൻ വന്നു. ഞാൻ അവനെ പാർസി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടേച്ച നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കണ്ടോ? അപ്പം ദൈവമക്കൾ ഉപവസിച്ചു. ഇതെന്നാ തന്റെ കരങ്ങളിൽ കിട്ടുന്നറിയാമോ? 21ാമത്തെ ദിവസം. അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കണേ, 21ാമത്തെ ദിവസമേ മറുപടി കിട്ടുമെന്ന് പറഞ്ഞൊന്നും ഇരിക്കണ്ട. ആമേൻ. അവിടെ എന്തോ നടന്നുകൊണ്ടിരിക്കുക, നമുക്കൊരു യുദ്ധം നടക്കുക അല്ലേ? ആമേൻ. സ്തോത്രം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾക്ക് വിടുതലും നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ ആത്മാവിൽ ഒരുക്കമുള്ളവരായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഈ പറഞ്ഞു വെച്ചതിന്റെ ഉദ്ദേശബുദ്ധി ഒന്ന്, ആമേൻ. സ്തോത്രം. സ്വർഗം എനിക്കും നിങ്ങൾക്കും തരുന്ന ആത്മീക ഭൗതിക നന്മകളെ തടയുന്ന ഒരു മണ്ഡലമുണ്ട്. അതിന്മേൽ ആരടിയ അത് മനസ്സിലാക്കി അതിനോട് പോരാടുവാൻ നമ്മൾ എന്തൊടുക്കണം? ആമേൻ. സ്തോത്രം. പൗലോസ്ലീഹ വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ കർത്താവിലും അവന്റെ ആമേൻ. കർത്താവ് പറഞ്ഞ എന്റെ കൂടെ വാ. കർത്താവിലും അവന്റെ ബലത്തിലല്ല, വാവുണ്ട് പറ, അമിത ബലത്തിലും നമ്മളൊന്ന് ശക്തിപ്പെടണം. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ഇന്ന് കർത്താവ് സഹായിച്ചാൽ അത് നടക്കുമെന്ന് ഞാൻ കർത്താവിൽ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അമിത ബലം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവിന്റെ അമിത ബലം. സ്തോത്രം. ഈ കർത്താവിന്റെ അമിത ബലത്തിൽ എനിക്ക് നിങ്ങൾക്കൊരു വിശ്വാസം വേണം. ഇത് നടക്കണേ കർത്താവിന്റെ അമിത ബലത്തിൽ. ആമേൻ. നമുക്ക് ഇരുവർക്കും, ശുശ്രൂഷിക്കുന്ന ദൈവവൃത്തിനും ശുശ്രൂഷ അനുഭവിക്കുന്ന കേൾക്കുന്ന ദൈവമക്കൾക്കും ഒരു വിശ്വാസം വേണം. എന്തിൽ? ഉറക്കപ്പറ. എന്തിൽ? ഒരിക്കലും പറഞ്ഞാൽ പറ്റത്തില്ല. ഉറക്കപ്പറ. കർത്താവിന്റെ അമിത ബലത്തിൽ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ അവിടെ ഒന്ന് തൊട്ടിട്ട് അടുത്ത ഭാഗത്തോട്ട് വാ. പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം. പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-19 വാക്യം മാത്രം ഒന്ന് വായിച്ചാൽ സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ മേലിൽ നിന്ന് വായിപ്പിക്കില്ല. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നത് എന്നും. അടുത്തത് അങ്ങനൊന്നും വായിച്ചു വിട്ടാ പോരാ. നോക്കി നിർത്തി ഈ അകത്ത് കയറത്തക്കോണം വായിക്കണം. സ്തോത്രം. മനസ്സിലായോ? നിങ്ങളുടെ സ്തോത്രം ചൊവ്വിനെ നോക്കിയേ. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് ഇങ്ങോട്ട് നോക്ക. പ്രകാശിക്കുകയല്ല, പ്രകാശിപ്പിക്കുക. എന്നോട് ഇങ്ങനെ ആരും ദൂത് പറഞ്ഞിരുന്നെങ്കിൽ കേട്ടോ, ഞാൻ ഇവിടെ നിന്ന് എന്നോ ആരാധന നടത്തി. നിങ്ങളുടെ ഹൃദയത്തിന് ദൃഷ്ടി ചുമ്മാ കത്തുകയല്ല, എങ്ങനെ എഴുതിയിരിക്കുന്നേ? പ്രകാശിപ്പിക്കണം. നമ്മള് പ്രകാശിപ്പിച്ചിട്ട് അവന്റെ
വിളിയാൽ യേശു ക്രിസ്തു സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും വിളിച്ചതിന്റെ ഉദ്ദേശബുദ്ധി തമ്പുരാന്റെ തിരുഹൃദയത്തിൽ ഇരിക്കുന്നത് നീയും ഞാനും തിരിച്ചറിയണം. വിളിയാലുള്ള ആശ ഇന്നത് എന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. മഹിമയുടെ ധനം. Praise the Lord. Praise the Lord. എന്നാ പറഞ്ഞേ? മഹിമയുടെ ആർക്ക്? പടപടാന്ന് പറ നിങ്ങൾ. ഇല്ല, ഞാൻ എഴുതാനിരിക്കും. നിങ്ങൾ സ്തോത്രം സ്തോത്രം. എനിക്ക് പ്രത്യേകത ഞാൻ ഈ സ്തോത്രം ലെക്ചർ ചെയ്യുന്ന അത്രേ പഠിപ്പിക്കുന്ന അത്രേ നിങ്ങളുടെ അകത്ത് വേണം. Praise the Lord. Praise the Lord. ഇന്ന് മുന്നിൽ ഇത് തുടങ്ങിയതല്ല, നല്ല പഠിപ്പിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം അങ്ങനെയാണെങ്കിൽ ദൈവമക്കൾ ചുമന്ന് ശ്രദ്ധിക്കണം. ആലടി അവിടെ എഴുതിയിരിക്കുന്നു വിശുദ്ധന്മാരുടെ അവകാശം. എനിക്കും നിനക്കൊരു അവകാശം ഉണ്ടെന്ന്. വസിക്കുന്ന ദൈവമൈതലേ, വിശുദ്ധനൊരു അവകാശമുണ്ട്. വിശുദ്ധന്മാരുടെ അവകാശത്തിന്, മഹിമാധനത്തിന് ഇന്നതെന്നും. അടുത്തതാ വരുന്നേ, ആ ബലത്തെ തൊടാനെ എത്രയും കൊണ്ടുവന്നേ. എന്തോ ബലം പോയി, എന്തോ ബലം അവന്റെ എഫേസില് അവൻ സ്തോത്രം 4 ചേർത്താ പറയുന്നേ. 6 ചേർത്താ അമിതബലം അല്ലേ? കർത്താവിലും അമിതബലത്തിലും. അങ്ങനെയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നു സ്തോത്രം അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ. നിങ്ങൾ അതിനെ നോക്കിയാൽ ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ പറഞ്ഞാൽ ശരിയാവത്തില്ല. അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിൽ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അവന്റെ ശക്തിയുടെ സ്തോത്രം. ലോകത്തിന്റെ ഒരു മെഷർമെന്റിനും അളക്കാൻ കഴിയത്തില്ല. അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ഇത് പ്രസംഗമല്ല, പൗലോസിന്റെ ഒരു പ്രാർത്ഥന. സ്തോത്രം. അപ്പം ഈ അളവറ്റ ശക്തിക്കാണ്, അളവ് അളക്കാൻ ആർക്കും കഴിയാത്ത ശക്തിയുടെ പേരാണ് പൗലോസ് 6:10 പറഞ്ഞത് അമിത. മനസ്സിലായോ? സ്തോത്രം. ഇനി അമിതബലം എന്തുവാന്ന് പറഞ്ഞാ ആരോടും ചോദിക്കണ്ടല്ലോ. എന്താ അമിതബലം? സ്തോത്രം സ്തോത്രം. മധുരം കേട്ടിട്ടുണ്ട്. കറക്റ്റ്, അതിനാ ഞാൻ ഇരുന്നേ. അതിമധുരമുണ്ട് ഇല്ലയോ? സ്തോത്രം. ഇതുപോലെ തന്നെ ബലമുണ്ട്, അമിതബലമുണ്ട്. അമിതബലത്തിന്റെ അർത്ഥം ദൈവവൈതലേ, എന്റെ മേലും നിന്റെ മേലും സ്വർഗം വ്യാപരിപ്പിക്കുന്ന, സ്വർഗം നൽകിത്തരുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പമാണ്. തിരുമുമ്പിലിരിക്കുന്ന ഞാനും ഇത് തിരിച്ചറിയേണ്ടതേ. മനസ്സിലാക്കിയവരൊരു ആമീൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അവൻ പൗലോസ് പറയുകയാണ്, നിങ്ങൾ അവൻ സ്തോത്രം ക്രിസ്തുവിലും അവന്റെ അമിതബലത്തിൽ സ്തോത്രം ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ പിശാചിന്റെ തന്ത്രങ്ങളെ എതിർക്കാൻ. മനസ്സിലായോ? പിശാചിന്റെ എന്നോട് പറഞ്ഞു വരണം. പിശാചിന്റെ തന്ത്രം ഒന്ന് തൊട്ട് മുന്നോട്ട് പോവാം.
അപ്പോസ്തലനാകുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, ആമേൻ. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. പൗലോസ് പറയുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, നമ്മളെ തോൽപ്പിക്കരുത്. തോൽപ്പിക്കാതിരിക്കണമെങ്കിൽ അവന്റെ തന്ത്രത്തെ അറിയണം. സ്തോത്രം. മനസ്സിലായോ? തന്ത്രത്തെ. ആമേൻ. വളരെ വ്യക്തമായ എഫേസ്യരിലെ പൗലോസ് എന്താ പറഞ്ഞു? പോയോ? അടുത്തത് 11-ാമത്തെ വാക്യം ചോദിച്ചു. മനസ്സിലായി. പൗലോസ് കൊണ്ടുവരുന്ന വാക്കിന് വേണ്ടിയാ ഞാൻ നിൽക്കുന്നേ. സ്തോത്രം. പിശാചിന്റെ തന്ത്രം. അവിടെ നിൽക്ക്. തന്ത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ എന്നാ പറഞ്ഞേ? സാത്താൻ നിങ്ങളെ അടുത്തത്. ഈ വേദപുസ്തകത്തിൽ ഒരു കാര്യം 2 പ്രാവശ്യം പറയുന്നത് അതിന് അതിപ്രാധാന്യമുണ്ട്. ഇപ്പൊ പൗലോസ് എഫേസ്യ ലേഖനത്തിലും അവൻ കൊരിന്ത്യ ലേഖനത്തിലും പൗലോസ് പറയുന്നത് ഇവൻ ആരാണ്? തന്ത്രശാലി. ഇത് നമ്മളൊന്ന് ഗ്രഹിച്ചാൽ മാത്രമേ ഇവനെ നമുക്ക് ജയിക്കാനായിട്ട് കഴിയൂ. പ്രൈസ് ദി ലോർഡ്. ഈ പിശാചിന്റെ തന്ത്രം ഞാൻ 3 തലത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 1, ഇവൻ ഹൃദയങ്ങളെ കൈവശമാക്കും. 2, ഇവൻ വ്യക്തികളിൽ കടക്കും. 3, അവൻ കടക്കുന്ന വ്യക്തികളെ കൊണ്ട് ചിലത് തോന്നിക്കും അല്ലെ ചെയ്യിക്കും. പ്രൈസ് ദി ലോർഡ്. 1, ഹൃദയങ്ങളെ കൈവശമാക്കും. 2, വ്യക്തികളിൽ കടക്കും. 3, കടക്കുന്ന വ്യക്തികളെ കൊണ്ട് തോന്നിപ്പിക്കും ചെയ്യിക്കും. ദൈവത്തിന് സ്തോത്രം. തുടങ്ങാം. ആമേൻ. സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യം. അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജ്യം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വിൽപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? സാത്താൻ ഹൃദയം കൈവശമാക്കി. സാത്താൻ ഹൃദയം കൈവശമാക്കും. ആക്കുമോ? ഈ സാഹചര്യങ്ങൾ നമുക്ക് പുറകാലെ ഒന്നിനു പിന്നാലെ ഒന്നായി ചിന്തിച്ചു വരാം. അപ്പോഴേ നിങ്ങൾക്ക് അതിനെ കുറച്ചുകൂടെ വാസ്റ്റായിട്ട് നന്നായിട്ട് ഗ്രഹിക്കാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. 2, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 3-ാം വാക്യം. ലൂക്കോസ് 22:3. എന്നാൽ 12 കൂട്ടത്തിൽ ഉള്ള ഇസ്കരിയോത്ത യൂദയിൽ സാത്താൻ കടന്നു. 2, ആൺകാരിൽ ഇവൻ കടക്കും. എന്നായിട്ടിരിക്കുന്നേ? കടന്നു. ആദ്യം എന്ത് കൊടുത്തു? ഹൃദയം കൈവശമാക്കി. 2, വ്യക്തികളിൽ ഇവൻ കടന്നു. ദൈവത്തിന് സ്തോത്രം. ദിനവൃത്താന്തം 21. ദിനവൃത്താന്തം 21. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിനോട് തോന്നിച്ചു. അടുത്തത് എന്തെടുത്തു? ദാവീദിനെ തോന്നിച്ചു. 3 കാര്യം നിങ്ങളുടെ മുമ്പിൽ വന്നു. ഇതൊക്കെയാണ് ഹൃദയം കൈവശമാക്കും, നമ്മളിൽ ചില കാര്യങ്ങൾ തോന്നലുണ്ടാക്കും. ഇത് പഴയ കാലം മുതൽ ഇവന്റെ പരിപാടി. സ്തോത്രം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തിരിച്ചു വരാൻ പോവാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് 3-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും. എന്റെ നാലോട് വായിച്ചോ മോനെ. പാപ സ്ത്രീയോട് പാപ സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം.
കണ്ടോ, ഹൃദയത്തിൽ കടക്കാനായിട്ട് ഏറ്റവും നല്ലൊരു വേടാണ്. സ്വത്രം. സ്ത്രീയോട് ചോദിച്ച ചോദ്യത്തിന്റെ പുറത്ത് സ്ത്രീ പറയുകയാണ്, യഹോവയായ ദൈവം പറഞ്ഞോണ്ട് ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത്. ഒന്ന് പുള്ളിക്കാരി ഒന്ന് കൂട്ടിച്ചേർത്താ പറയുന്നേ. കർത്താവ് തിന്നരുതെന്നേ പറഞ്ഞു ഉള്ളൂ. നമ്മുടെ കിട്ടുമ്പോ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഡ് ചെയ്യും. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. മനസ്സിലായോ? സ്വത്രം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. പാപ സ്ത്രീയോടൊരു ചോദ്യം, യഹോവയായ ദൈവം സ്തോത്രം നിങ്ങളോട് വല്ലതും കൽപ്പിച്ചിട്ടുണ്ടോ? ആഹാ, സ്തോത്രം. എന്നാ ഉപചരമാണ് രണ്ടുപേരും കൂടെ നൽകണം. ഉടനെ പറഞ്ഞുകൊണ്ട് എന്താ, തോട്ടത്തിന്റെ വൃക്ഷത്തിലെ ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. സ്വത്രം. അപ്പൊ എന്തെടുത്തു? രണ്ടുപേരും കൂടി ഇപ്പൊ എങ്ങോട്ടാ പോന്നേ? തോട്ടത്തിന്റെ നടുക്ക്. വശീകരിച്ചോ? അകത്ത് കയറിയോ? കയറിയോ? ഈ തോട്ടത്തിനകത്ത് കയറുന്നതാണ് അകത്ത് കയറുക. ദൈവത്തിന് സ്വന്തം കയറിയല്ലോ. എന്നിട്ട് എന്ത് കൊടുത്തു? അവിടെ കൊണ്ട് ചെന്നിട്ട് ഇവളെ പ്രലോഭിപ്പിക്കുകയാണ്. നിങ്ങൾ മരിക്കത്തില്ല. സത്യം പറഞ്ഞ ദൈവം അവൻ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിശാച് പറയുന്നതാ നമുക്ക് ഒത്തിരി ഇഷ്ടം. തമ്പുരാൻ പറയുന്നതിനെക്കാട്ടി നമുക്ക് കേൾക്കാൻ ഇഷ്ടം. നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം. പിന്നെന്നാ? അത് തിന്നുന്ന നാളിൽ തുറക്കുകയും നിങ്ങൾ ആരാവും? നന്മ തിന്മകളെ അറിവാൻ ദൈവത്തെ പോലെ. ഇവിടെ നിൽക്കണേ. പണ്ട് മുതൽ ഇവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ഇതാ, ദൈവത്തെ പോലെ. ഇനിയിപ്പോ അവന് പറ്റിയില്ല, നിന്നെ അങ്ങ് ആക്കാവുന്ന. അവന് ദൈവത്തെ പോലെ ആകാൻ അവൻ ഒത്തിരി പരിശ്രമിച്ചു. സ്തോത്രം. പക്ഷേ അവന്റെ പരിശ്രമം എല്ലാം വിഫലമായി. സ്തോത്രം. എന്താ ഇവിടെ നിർത്തരുത്, നമുക്ക് തുടങ്ങാം. എന്താ അവന്റെ പരിശ്രമം? അവനെന്താ ചെയ്തത്? എടുക്കാം. യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 12 മുതൽ 19 വേദഭാഗം വായിക്കണം. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഏതാനും ചില വേദഭാഗം വായിച്ചു മുന്നോട്ട് പോകാം. യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 12 മുതൽ ഉള്ളതാണ്. നീസോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃക മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നിർത്തണേ. അവിടെ എഴുതിയിരിക്കുന്നു 3 കാര്യം. ഒന്ന്, നീ മാതൃകയുള്ള വ്യക്തിയാണ്. നീ ഭയങ്കര ജ്ഞാനിയാണ്. നീ സുന്ദരനാണ്. സൗന്ദര്യം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകം മുഴുവൻ ഇതിന്റെ പുറകെയാണ്. എന്താ പറയുക? സ്തോത്രം. ജ്ഞാനം, സൗന്ദര്യം, എല്ലാവരുടെയും മുമ്പിൽ നല്ല മോഡൽ. ശരിയല്ലേ? ഇവനതായിരുന്നു. സ്തോത്രം. ജ്ഞാനത്തിന് വേണ്ടി എന്തെല്ലാം പരിപാടികൾ ഈ ഭൂമി ഒപ്പിക്കാമോ അത് മുഴുവൻ നമ്മളെന്ത് കൊടുക്കും? സ്തോത്രം. പാമ്പിടിച്ച പിള്ളേരുടെ മസ്തിഷ്കത്തിനകത്ത് ജ്ഞാനത്തിന് വേണ്ടി ഇടിച്ചു കേട്ടുവേണ്ട. സ്തോത്രം. സ്തോത്രം. ഇതെല്ലാം അങ്ങടെ പഠിച്ചു കഴിഞ്ഞ് സ്തോത്രം പിള്ളേര് നമ്മളും വല്ല പറഞ്ഞ് കേൾക്കൂ. സത്യം പറഞ്ഞാ നിങ്ങൾ തന്നെ ചിന്തിക്കേ. നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വിട്ടു ബ്രിട്ടീഷുകാരുടെ അതിഭയങ്കരമാകുന്ന ജ്ഞാനപീഠങ്ങളൊക്കെ പിള്ളേരങ്ങോട്ട് പഠിച്ചു, ഇല്ലയോ? ഒരു 12 വയസ്സ് കഴിയട്ടെ. സ്തോത്രം. ഇങ്ങോട്ട് ഓടാ മാനെ എന്ന് പറയുമ്പോൾ ആമൻ ഡാഡി അവിടെ ഇരിക്കാൻ പറയും. എനിക്കറിയാം.
Praise the Lord. ഞാൻ പലയിടത്തും കാണുന്നോണ്ടാണ് ഈ പറയുന്നത്. Praise the Lord. അപ്പൊ ഇവൻ ആരാണ്? ജ്ഞാനിയാണ്. പിന്നെ സൗന്ദര്യം വരുത്താൻ വേണ്ടി ഇവന്റെ പരിപാടി എവിടെല്ലാം ആമൻ എന്തെല്ലാം ക്രിയകൾ അവൻ ചെയ്യുന്നറിയോ? ഒത്രം തമ്പുരാൻ തന്ന നല്ല പുരിയെല്ലാം മേടിച്ചിട്ട് പിന്നെ എന്തോ ആമീൻ പറയാൻ എനിക്ക് തോന്നുന്നു ആർക്കാണ്ട് കൊള്ളുന്നു. കൊല്ലണം പ്രിയപ്പെട്ടു, കൊല്ലണം. സ്തോത്രം. കുത്ത് അല്ല എന്റെ പരിപാടി, കുത്ത് അല്ല കുത്തു കൊള്ളുക. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, സൗന്ദര്യത്തിന് വേണ്ടി ഏതെല്ലാം രീതിയിലാണ് നിങ്ങൾ മോഡൽ വെട്ടുന്ന തലമുടി. സോറി, എത്ര സുന്ദരിയായാലും എത്ര സുന്ദരനായാലും നീ 6 അടി മണ്ണിനകത്ത് അമരടിയാണ്. എത്ര പേർക്കും നല്ല ബോധ്യമുണ്ട്. എന്നോട് പലരും പറഞ്ഞു, വാസ ഇതന്നെ കറപ്പിക്കാതെ ഇയാളെ കണ്ടിട്ട് വല്ലാതെ പോലിരിക്കുന്നില്ലോ. ഞാൻ പറഞ്ഞു, തമ്പുരാൻ വെളുപ്പിച്ചതല്ലയോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നന്നായിട്ട് എത്തോടുക്കണം, ദൈവത്തിനെ കേൾക്കണം, ചിരിക്കണം കേട്ടോ. പല കാര്യങ്ങളും ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഇവൻ ഭയങ്കര സൗന്ദര്യ സമ്പൂർണ്ണനാണ്. പ്രിയപ്പെട്ടവരെ, സൗന്ദര്യവർദ്ധക സാധനങ്ങൾക്ക് വേണ്ടി ഇന്ന് ലോകം മുടക്കുന്ന പണത്തിന് കണക്കും കയ്യുമില്ല. ഉണ്ടോ? നിങ്ങളുടെ ഒന്നും കാര്യമല്ല പറഞ്ഞത്. ഇനി അടുത്ത ഇവൻ ആരാണ്? ജ്ഞാനസമ്പൂർണ്ണനാണ്. ആമേൻ. ലോകത്തിന്റെ മോഡലാണ്. മോഡൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ തൊടുന്നില്ല, ബാക്കി ഭാഗത്തോട്ട് പോകാം. തൊട്ടാൽ ചിലപ്പോൾ നിങ്ങളൊക്കെ വിഷമിക്കും. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, പുഷ്പരാഗം, ഗോമേധകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം. ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേധകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങൾ കൊണ്ടും മൂടിയിരുന്നു. അപ്പൊ ഈ ദൂതനെ ഉണ്ടാക്കിയിരുന്നത് രത്നങ്ങൾ കൊണ്ടാണ്. മനസ്സിലായോ? നവരത്നങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വ്യക്തി. ഇനി ഇവന്റെ അകതടങ്ങളുടെ ഒക്കെ പണി ശ്രദ്ധിക്കണം. നിസ്സാരമൊന്നുമല്ല എന്റെ അകതടങ്ങളുടെ പണി. അവിടെ എഴുതിയിരിക്കുന്നു, നിന്റെ തീർത്ഥനാളിൽ അല്ല, എന്റെ മേലുണ്ട്, നിന്റെ തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടായിരുന്നു. കണ്ടില്ലേ? നിന്നെ തീർത്ഥനാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. അപ്പം ഇവന്റെ അകതടങ്ങളിൽ മുഴുവൻ കൂടും തകിടുമായിരുന്നു. അല്ല, മനസ്സിലായോ? മനസ്സിലായോ? അങ്ങോട്ട് പോവാണ്, ശ്രദ്ധിച്ചു. അവിടെ നിൽക്കണേ, വേറെ ഭാഗത്തോട്ട് പോവാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാക്കും. യശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. ഉസിയാ രാജാവ്, യശയ്യാവ് 6:1 മുതൽ ചിലവാക്കി. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ യഹോവയായ ദൈവം ഉയർന്നും ഭംഗിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഇനി അവിടെ തൊട്ട് ശ്രദ്ധിച്ചു. സറാഫികൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് നിർത്തണം. ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ശ്രേഷ്ഠമേറിയ ദൂതന്മാർ നിന്നെ നിർമ്മിച്ച നാളിൽ നിന്റെ തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടായിരുന്നു. ഇതുപോലെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്ന അറിയത്തില്ല.
എങ്കിലും എന്നെ കഴിയുന്ന അത്ര ഞാൻ എന്തോടാ മനസ്സിലാക്കി തരാൻ നോക്കാം. അപ്പൊ ഈ സാറാഫികൾ ഒരുത്തനോട് പറയുകയാണ് എങ്ങനെ രണ്ടും ചിറക് 6 ചിറകുള്ള ഇവ 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 ചിറക് കൊണ്ട് പാദം മൂടി, 2 ചിറക് കൊണ്ട് ഇങ്ങനെ പറക്കുക. മനസ്സിലായി? ഇങ്ങനെ പറക്കുമ്പോ ഇവന്റെ ചിറകുകളുടെ അടിയിൽ മുഴുവൻ കൂടും തകിടുകളും കൊണ്ട് പണിത് വെച്ചിരിക്കുക. അതിന്റെ അർത്ഥം ഇവനിങ്ങനെ ചിറക് വിടർത്തി പറക്കുമ്പോൾ ലോകത്തിലുള്ള സകല വാദ്യോപകരണങ്ങളുടെയും നാദം ഇവനിൽ നിന്ന് പുറപ്പെടുക. ഇന്ന് ലോകം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതും ഇനി ഏതെങ്കിലും ഒരു വിദഗ്ധൻ കണ്ടുപിടിക്കാനിരിക്കുന്നതുമായ സകല വാദ്യോപകരണങ്ങളുടെ നാദങ്ങളും ഇവന്റെ സ്തോത്രം ചിറകിനടിയിൽ തമ്പുരാൻ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഒന്നും 2 3 അല്ല, കോടി ദൂരന്മാർ സ്വർഗത്തിൽ. നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിക്കണേ, സ്വർഗത്തിൽ സ്തോത്രം ഒരുത്തനോട് ചേർന്നിങ്ങനെ ചിറകങ്ങോട്ട് വിടർത്തി പറക്കുമ്പോൾ ഇതിനകത്തൂടെ വായു കയറി ഇറങ്ങി എന്തോ ഉണ്ടാവും, മധുരകരമായ അതിന്റെ ആത്മീയത സ്വർഗത്തെ ലഹരി പിടിപ്പിക്കുന്ന സ്തോത്രം നാദങ്ങൾ പുറപ്പെടും. ഈ നാദങ്ങൾ ഈ നാദങ്ങൾ പുറപ്പെടുന്നതനുസരിച്ച് അവർ വിളിച്ചു പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ. അവരാർക്കുകയും ഈ നാദങ്ങൾ പുറപ്പെടുകയും ചെയ്യുമ്പോൾ വേദപുസ്തകത്തിൽ തിരുവചനത്തിൽ എഴുതി അവരാർക്കുന്ന ശബ്ദത്താൽ ദേവാലയത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. നിങ്ങളെ രാമ്യം പറഞ്ഞു എനിക്ക് ശ്വാസം എടുത്തു വിടാനുള്ള സമയം എന്നെ കേൾക്കുന്ന ദൈവം. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ തമ്പുരാൻ ആരാന്നറിയാവോ? തമ്പുരാനെ കൂടെ ഞാൻ ഒന്ന് കാണിക്കാൻ പോയിക്കൂടെ. നമ്മുടെ പാസ്റ്റ് ഇരിക്കുന്നത് പോലെ ഉയർന്നും പൊങ്ങൽ, ഇത് ഉയർന്നല്ല, പിന്നെ ചിലപ്പോൾ ഉയർത്താൻ തോന്നില്ലയോ? ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ സർവശക്തനായ ദൈവം ഇരിക്കുന്നത് നിങ്ങളുടെ ആത്മഭാവനെ കാണുക. ഈ തമ്പുരാന്റെ മുമ്പിൽ നിന്നാണ് ഇവർ എന്ത് കൊടുക്കുന്നേ? ആമേൻ. ഈ ദൈവത്തെ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് എന്തുകൊടുക്കുന്നു? ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധിക്ക് 2 വിധമുണ്ട്. അതൊന്നും പറയാൻ പറ്റത്തില്ല, അറിയാൻ വയ്യാഞ്ഞല്ല, സമയം കിട്ടത്തില്ല. സ്വത്രം ഇങ്ങനെ എല്ലാ കോടാനുകോടി ദൂതന്മാർ ഇങ്ങനെ ആർക്കുക അല്ലേ? സ്വത്രം ഈ ആർത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്വത്രം നമ്മളിവിടെ കൈയടിച്ച് പാടിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മളിവിടെ കാണത്തില്ലല്ലോ. ജഡ ഇവിടെ കാണും, നമ്മളിവിടെ കാണത്തില്ല. ഈ നമ്മളെന്ന് പറയുന്ന ആളെ അകത്തിരിക്കുന്ന ആളാ. ഈ പുറത്തെ ഈ നമ്മളെന്ന് പറയുന്ന ആളിനെ കൊണ്ടു നടക്കുന്ന കൂടാ. ഒച്ചിന്റെ തോട് കണ്ടിട്ടില്ലേ? അതാ സാധനം ഈ പുറത്തെ. ഇതിനായി ഈ സ്വത്രം ഇല്ലാത്ത എല്ലാം കൂടെ അടിച്ചു കൂട്ടപ്പനാണ്. ഓ രാമീം സ്തോത്രം ദൈവങ്ങളെ, ആമേ സ്തോത്രം. ഇവരിങ്ങനെ ഒരുമനപ്പെട്ട് എന്തുകൊടുക്ക? പറന്നു നിന്ന് നിലത്ത് കൊടത്തില്ല, സ്വർഗത്തിൽ തൊടാതെ നിന്ന് എന്തുകൊടുത്തോണ്ടിരിക്കുക? ആർത്തുകൊണ്ടിരിക്കുക, ഒരുപോലെ പറഞ്ഞ് ആർത്തുകൊണ്ടിരിക്കുക. അപ്പൊ സ്വർഗത്തിലെ ആരാധന നിങ്ങളൊന്നും വിചാരിച്ചേ? ഒന്നും രണ്ടൊന്നും അല്ല, കോടി ദൂരന്മാരിക്കരുതെന്ന് ആരാധിക്കുന്ന അതിശക്തമായ അതിമനോഹരമായ വിശുദ്ധ നഗരമായ യെരുശലേമിലേക്ക് ഓ തന്റെ മണവാട്ടിയെ നീ എടുക്കപ്പെടാൻ പോകുകയാണ്. കിട്ടിയോ? അങ്ങോട്ടാ നമ്മള് വാനിരിക്കുന്നത്.
ഇവിടെ നിനക്കെടുക്കാവുന്ന ശബ്ദത്തിൽ പാടിക്കോ, പ്രാർത്ഥിച്ചോ, അടിക്കാവുന്നതുപോലെ കൈയടിച്ചോ, ആത്മാവിൽ ആരാധിച്ചോ. ഇത്ര ഹല്ലേലൂയ മനോഹരമായ, ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വർഗത്തിലേക്കാണ് ഞാനും നിങ്ങളും പ്രയാണം ചെയ്യാൻ പോകുന്നത്. ആമേൻ. നമ്മൾ ആരാന്നറിയാമോ? ശേഷിക്കുന്നവർ പുറത്തു നിൽക്കുമ്പോൾ ആമേൻ, ഞാനും നിങ്ങളും തന്റെ സഭ മണവാട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തന്റെ സഭ മണവാട്ടിയാണ്. മണവാട്ടി പുറത്ത് കിടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് ആമേൻ സഹോദരിയെ വീടിനെ പുറത്ത് നിർത്തുവോ അല്ലെങ്കിൽ അടുക്കളയിൽ കിടത്തുവോ ചെയ്യുവോ? പിന്നെ അവൻ മണവാളനോടൊപ്പം മണിയറയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്ര വലിയ സ്വർഗത്തിൽ മണവാളനോടൊപ്പം മണിയറയിൽ വിശ്രമിപ്പാൻ ഈ ഭൂമിയിൽ ജാഗരൂകരായിരിക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ, നീ എത്ര വിശുദ്ധ ജീവനം കഴിച്ചാൽ പറ്റുമെന്ന് ഈ പരിശുദ്ധന്റെ അടുക്കലേക്കുള്ള യാത്രയിൽ നീ എത്ര വിശുദ്ധ ജീവനം കഴിച്ചാൽ ആഴത്തിൽ തിരിച്ചറിയണം. സത്യം പറഞ്ഞ ഞാൻ അടുത്ത ഭാഗത്തോട് പോകാൻ ശ്രദ്ധിച്ചോണം. സത്യം പറഞ്ഞ പാസ്റ്റ് കണ്ടിട്ട് പറയും എന്നോ ആരാധന എന്നോ ഭയങ്കര എന്നോ നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ കിടിലൻ, അതാ വേട അല്ലേ? പറഞ്ഞോ ആ കിലുക്കൻ ആരാധന. മധ്യത്തിലാകുന്ന ഭാഷ ഞാൻ പറഞ്ഞേ കിടിലൻ ആരാധന. സ്തോത്രം. എന്റെ പൊന്നു മക്കളെ ശ്രദ്ധിച്ചോണേ. നീ ഇങ്ങനെ ആരാധിക്കുമ്പോൾ തമ്പുരാൻ ഈ ശബ്ദകോലാഹലമല്ല നോക്കുന്നേ, നിന്റെ അകത്തൂടെ പോകുന്നതാണ്. എല്ലാം മനസ്സിലായോ? ഇത്ര ശക്തമായി ദൈവമക്കൾ ആരാധിക്കുമ്പോൾ തമ്പുരാൻ കാണുന്നതും കേൾക്കുന്നതും, ഞാനും നിങ്ങളും കാണുന്നതും കേൾക്കുന്നതും കിടിലൻ ആരാധനയും ആമീൻ സ്തോത്രം, ഓർഗണിന്റെയും ആമീൻ ഗിറ്റാറിന്റെയും വയലിന്റെയും ട്രംസെറ്റിന്റെയും ഒക്കെ നാദങ്ങളും ഇതെല്ലാം കൂടെ ജനങ്ങളെല്ലാം കൂടെ കൊണ്ട് ആദിഭൂതികളകി ആമൻ ചാടി മറിഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുമ്പം തമ്പുരാൻ ഇത് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. തമ്പുരാൻ തിരിഞ്ഞു നോക്കുന്നത് അവന്റെ അന്തരംഗത്തിലാണ്. പകൽക്കാലം ശ്രദ്ധിക്കണം. ഹൃദയങ്ങളെ മുൽപ്പുകളെയും ആരാവുന്നവനാണ്. നിസാരക്കാരനല്ല. നിന്റെ ശബ്ദം കേൾക്കാതിരിക്കുന്നില്ല. അന്തരംഗങ്ങളെ തിരിച്ചറിഞ്ഞ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ചിലപ്പോ 3 സെക്ഷനുകൾ ഒന്നിച്ചങ്ങ് പോകാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ശ്രദ്ധിച്ചോണം. തമ്പുരാൻ പുറമേ ഉള്ളതല്ല കാണുന്നത്. പറഞ്ഞേ, അകമേ ഉള്ളതാണ് കാണുന്നത്. അകമേ ഉള്ളതാണ് കാണുന്നത്. അവൻ ഹൃദയത്തെയാണ് നോക്കുന്നത്. എത്ര ദൈവമക്കൾക്ക് പിടികെട്ടി. നിന്റെ ഹൃദയം നോക്കിയാ തമ്പുരാൻ അനുഗ്രഹിക്കുന്നത്. പറഞ്ഞ വാക്കറിയാമോ? ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ലോട്ടറി അടിക്കുന്നതല്ല ഭാഗ്യം. ഇവരെന്തെങ്കിലും സമ്പാദിച്ചു കൂട്ടുന്നതല്ല ഭാഗ്യം. ഒരു വിശുദ്ധിയുള്ള ഹൃദയം, ഒരു വിശ്വസ്തമായ ഹൃദയം എനിക്ക് ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഞാന് ഇനി ഈ ഭാഗം ടച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു വാക്യം കൂടെ തൊട്ട് എടുത്താട്ട് ശൗമേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാമത്തെ വാക്യം. ശൗമേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം അതിന്റെ 7-ാമത്തെ യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. ശൗമേൽ പ്രവാചകനെ ശൗൽ പാപം ചെയ്ത് രാജസ്ഥാനം, ആത്മാവിലുള്ള ദൈവിക രാജസ്ഥാനം തന്നിൽ നിന്ന് നീക്കപ്പെട്ട സാഹചര്യങ്ങളിൽ ഇസ്രായേലിന് വേണ്ടി ഒരുവനെ അഭിഷേകം ചെയ്ത് രാജസ്ഥാനത്താക്കുവാൻ ദൈവം ആമേൻ സ്തോത്രം ആത്മീയ ആമേൻ ഉദ്ദേശവുമായി ഉന്നമനവുമായി ശൗമേൽ പ്രവാചകനെ ഇശ്ശായിയുടെ ഭവനത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇശ്ശായിയുടെ മക്കളെ എല്ലാം ശുദ്ധീകരിച്ചു കൊണ്ടുവന്നു. അവൻ ഇശ്ശായിയുടെ മക്കളെ ശുദ്ധീകരിച്ചു കൊണ്ടുവന്ന് മൂത്തവനാകുന്ന എലിയാബിനെ അവൻ വിളിച്ചു. ആമേൻ സ്തോത്രം. എന്റെ ഭാഷതാ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. എന്നെ സ്തോത്രം. എന്റെ പൂജയെ നീ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കാൻ ശ്രദ്ധിയില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ വന്നേ.
അപ്പം എലിയാവ് ഇങ്ങനെ നിരന്ന്, എലിയാവ്, അബീദാദാവ്, ശമ്മ, ഈ പ്രിയപ്പെട്ടവരെല്ലാം ഇങ്ങനെ നിരന്നിരിക്കുക. സ്തോത്രം. ഭയങ്കര ആഗ്രഹമാ. നിങ്ങൾ ഇരിക്കുന്നു, ഇപ്പം പ്രാപിക്കുമെന്നും പറഞ്ഞു. ഇപ്പം പ്രാപിക്കുമെന്ന് പറഞ്ഞ ഇരിക്കുന്നത് കേട്ടോ. സ്തോത്രം. ശ്രദ്ധിച്ചോണേ. ആമേൻ. ദൈവത്തിന്റെ അഭിഷക്തൻ ഇതുപോലെ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു. മൂത്താളെയും വിളിച്ചു. സ്തോത്രം. ഞാൻ വരാൻ പറഞ്ഞു. ഈ മനുഷ്യൻ അഭിഷക്തൻ എന്തോടത്താണ് തന്റെ കയ്യിലിരിക്കുന്ന തൈലക്കൊമ്പെടുത്ത് ഇങ്ങനെ അവന്റെ തലയിലോട്ട് ഒഴിക്കാൻ തുടങ്ങി. ആമേൻ. സ്തോത്രം. ദിവസത്തില്ല ഞാൻ പറയാം, അമ്പരാങ്കരി കൈക്ക് ഒഴിച്ചു ഒരു തുള്ളി അവന്റെ തലയിൽ ഒഴിക്കാൻ കരുതി. എന്നിട്ട് എക്സാമ്പിളാ, ഒന്നും തോന്നരുത്. എന്നിട്ട് തമ്പുരാൻ ചൗവേലോട്ടൊരു പറച്ചിൽ, ചൗവേല് നീ നോക്കിയപ്പോ അവനെ കണ്ടാൽ ഒരു സൈസാ അല്ലേ, മുഖമൊക്കെ കണ്ടാൽ രാജയോഗം പോലുണ്ട്. കണ്ടാൽ ഒരു നിങ്ങളെല്ലാരും പോയി ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ. ആമേൻ. അവിടെ എഴുതി ശ്രദ്ധിച്ചോണം, അവന്റെ മുഖം നീ നോക്കരുത്, അവന്റെ പൊക്കം നീ നോക്കരുത്. അവൻ ഞാനവനെ തള്ളിയിരിക്കുന്നു, മനുഷ്യൻ കണ്ണിനെ കാണുന്നത് നോക്കുന്നു, ദൈവമോ എന്ന പകൽക്കാലം ഇരിക്കുന്ന ദൈവവൈദ്യരെ, ഉപവസിക്കുന്ന ദൈവവൈദ്യരെ, നിന്റെ ആന്തരികം കാണുന്നതിന്റെ നടുവിലിരിപ്പുണ്ടെന്നാണ് തിരിച്ചറിഞ്ഞോട്ടെ. ദൈവദാസന്മാരെ പറ്റിക്കാം, ലോകത്തെ പറ്റിക്കാം, മനുഷ്യനെ പറ്റിക്കാം, സമൂഹത്തെ പറ്റിക്കാം, ഫലനെ പറ്റിക്കാം. എന്റെ അപ്പന്റെ തീക്കണ്ണിന്റെ മുമ്പിൽ, എന്റെ അപ്പന്റെ അഗ്നികാരക്കത്തെ കണ്ണിന്റെ മുമ്പിൽ ഒരുത്തന്നെ പറ്റി നടക്കത്തില്ല. തിരുവചനത്തിൽ എഴുതി മനുഷ്യരൊക്കെയും കണ്ണിനെ കാണുന്നു നോക്കും. നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം കണ്ണിന് കാണുന്നു, ദൈവമോ തമ്പുരാൻ എന്തുവാ നോക്കി. അപ്പൊ ഇദ്ദേഹത്തിന് നല്ല തടിയുണ്ട്, നല്ല മുഖവിലാസമുണ്ട് അല്ലേ, കണ്ടാലൊരു ഗാംഭീര്യത ഇദ്ദേഹത്തിനുണ്ട്. പക്ഷെ തമ്പുരാൻ പറഞ്ഞു ഇതൊക്കെ കയ്യിലിരിക്കട്ടെ, ഞാൻ അവനെ തള്ളി. തമ്പുരാൻ പറഞ്ഞു അവന്റെ ആകം കോളമാണ്. അബീദാദാവിനെ വിളിച്ചു, ശമ്മയെ വിളിച്ചു. ഓരോരുത്തർ ഇങ്ങോട്ട് നോക്കി, തൈലക്കൊമ്പിന്റെ കീഴിലൂടെ കയറിപ്പോയി. ഒരു തുള്ളി തൈലം പോലും ഒരുത്തന്നെ വരുന്നു. അവസാനമായി എനിക്കൊരു സംശയം ഉണ്ടായിട്ടോ, എന്നെ വെളിപ്പാട് ദർശനമുള്ള ആളായി ശൗമേൻ പ്രവാചകൻ അറിയാം. പക്ഷെ ഇപ്പൊ പുള്ളിക്ക് ഇത് മറന്നുപോയി അല്ലേ. അപ്പൊ പ്രവാചകന്മാർക്കും ചിലതൊക്കെ തമ്പുരാൻ എന്തോ മറച്ചു വെച്ചേക്കാം. പ്രൈസ് ഗോഡ്. ലാസ്റ്റിൽ ആമേൻ ദൈവത്തിന്റെ ദാസനാകുന്ന ശൗമേൻ ഒരു ചോദ്യം, നിന്റെ മക്കളെല്ലാം ഉടനെ പറഞ്ഞില്ല, ഒരുത്തനുണ്ട്. അവനെവിടെ കിടക്കുക? അവൻ വനാന്തരത്തിൽ ആടിനെ നോക്കാം, അവനെ വരുത്ത്. അവൻ വരാതിരിക്കും പന്തി ഭോജനത്തിന് ഇരിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് അവനെ വരുത്തി. നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ, അവനെ കണ്ടപ്പോൾ സ്വർഗം പറഞ്ഞു ഇവനാ. അവനെ ആമേൻ സ്തോത്രം. ഇങ്ങോട്ട് നോക്ക്, ശമൂവേല് നോക്കിയപ്പോൾ എഴുതി പവിഴ നിറമുള്ളവൻ, കോമള രൂപി. കണ്ടോ കണ്ടോ? ആരാ? ദൈവത്തിന്റെ ദാസനായ ദാവീദ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ നിന്നെയും പല തരത്തിലും തള്ളി മാറ്റുമ്പോൾ തൃക്കണ്ണിൽ എന്നെ നിങ്ങളെ കണ്ടതുകൊണ്ടാണ്. കേട്ടോ, ഇവിടെ ഇരിക്കുന്നത് വെറുതെ ഒന്നും കൊണ്ടല്ല, എന്റെ അപ്പന്റെ തൃക്കണ്ണിൽ ഞാനും നിങ്ങളെ പെട്ടതുകൊണ്ടാണ്. മനസ്സിലായോ? എന്തോടുത്തു? ആമേൻ സ്തോത്രം. ശൗമേൻ എന്നോട് പറഞ്ഞു, ദാ ഒരു സുനേത്രൻ വരുന്നു, ഒരു കോമള രൂപി വരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവനെ എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, അവനാകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു സ്റ്റെപ്പ് ഒന്ന് തൊട്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തത് എന്ന് ആമേൻ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആമേൻ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി അഭിഷേകം ചെയ്തു.
ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ ആ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. എനിക്ക് ബോധിച്ച പുരുഷനായി ചേട്ടാ നോക്ക്, നമ്മുടെയൊക്കെ വീട്ടിൽ പലരും ഉണ്ടെങ്കിലും തമ്പുരാന് പലരും എന്തോടുക്കത്തില്ല. മനസ്സിലായോ? നമ്മളെ തമ്പുരാൻ എന്തോ കണ്ടു, ഒരു നന്ദി പറഞ്ഞു. സ്തോത്രം. എന്നെ ദൈവത്തിന് ബോധിച്ചല്ലോ. ഈ ശുശ്രൂഷ ചെയ്യാൻ ഞാൻ പലപ്പോഴും ദൈവത്തിന് നന്ദി പറയാറുണ്ട്. ഒരു പ്രാഗൽഭ്യവും പറയാനില്ലാത്ത എന്നെ, യാതൊരു കഴിവുകളുമില്ലാത്ത എന്നെ തമ്പുരാന് ബോധിച്ചല്ലോ. എത്രവർക്കൊരു നന്ദി പറയാം. സഹോദരങ്ങളെ, ആമേൻ. പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ തള്ളിയ സ്ഥാനത്ത് ഒന്നിനും കൊള്ളത്തില്ല എന്ന് വിടക്കം നെന്നിയ സർവശക്തനായ ദൈവത്തിന്റെ ദൃഷ്ടി മാറിപ്പോയില്ല. ആമേൻ. നിന്നെ അവൻ തെരഞ്ഞെടുത്തു, നിങ്ങളെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുത്ത നിങ്ങളോടൊരു കാര്യം ഞാൻ ഇന്ന് ആമേൻ സ്തോത്ര മുൻപേ ആവർത്തിച്ചത് ഒരിക്കലൂടെ പറയട്ടെ. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നീ തിരിച്ചറിയണം. തമ്പുരാനെ തെരഞ്ഞെടുത്തതില് എന്റെ തമ്പുരാന്റെ തിരുഹൃദയത്തിനുള്ള ആശയിന്നതെന്ന് ഞാൻ നിങ്ങളെ തിരിച്ചറിയണം. ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത് അവൻ ദൂതന്റെ മാത്രമല്ല മനുഷ്യന്റെയും ഹൃദയത്തെ അറിയുന്നവനാണ് ദൈവം. ഇനി ഞാൻ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം അടുത്ത 15 ആമേൻ സ്തോത്രം 18, 19 വേഗത്തിൽ വായിച്ചു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28, 15 ആമേൻ 28-ാം അധ്യായം 15-ാം വാക്യം. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ. അവൻ ശ്രദ്ധിച്ചോണം, നിന്നെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ഇങ്ങോട്ട് നോക്കിയേ, എപ്പം നടപ്പിൽ തെറ്റിയോ അപ്പം പോക്കാം. മനസ്സിലായോ? നടപ്പിൽ എപ്പം തെറ്റിയോ അപ്പം പോക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ ആരടിയ വീട്ടിൽ 10 പുത്തൻ വന്നപ്പോൾ, ആമീൻ സ്തോത്രം, 10 പൗണ്ടൂടെ കൂടുതൽ കിട്ടിയപ്പോൾ, ഒരു കാറൂടെ വാങ്ങിയപ്പോൾ, വാടക വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് മോർഗേജ് അടക്കണയിൽ ഒരു വീട് കിട്ടിയപ്പോൾ നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. ആമേൻ. ഇനിയും വലിയ കുഴപ്പമൊന്നുമില്ല, എന്തായാലും നിൽക്കാമെന്നുള്ള തോന്നലായി. മനസ്സിലായോ? എന്തോടുത്തു? വല്ല മനസ്സിലാക്കാൻ കഴിഞ്ഞോ? എന്റെ സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും എന്തെല്ലാം ഉണ്ടെങ്കിലും, പ്രൈസ് ദി ലോർഡ്, പ്രാഗൽഭ്യം പറവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും, ഒരുവൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിൽ മഹത്വം വർദ്ധിച്ചാലും, ആമീൻ സ്തോത്രം, എന്തൊടുക്കരുത്? നീ അവനെ നോക്കരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. അവന്റെ മഹത്വം അവനെ പിൻപറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര ദൈവമക്കൾക്ക് മനസ്സിലായി? പകൽക്കാലം നമുക്ക് ചിലതിനോട് വിട പറയാം. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ പുകഴാൻ ഒന്നുമില്ല, നമുക്കിവിടെ പ്രശംസിപ്പാൻ ഒന്നുമില്ല. വല്ലതുമുണ്ടെങ്കിൽ ഒന്ന് തീർത്തും തറപ്പിച്ചും പറയാം, കർത്താവേ നിന്റെ കൃപ. അവൻ പറഞ്ഞേ, പൗലോസിനോട് സ്വർഗം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. അത് നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുവാനുള്ള ഒരെണ്ണം ഈ ദിവസങ്ങളിൽ പ്രാപിപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ ആ സ്വർഗീയ കൃപ നമ്മുടെ വ്യാപരിക്കട്ടെ. അതിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. അപ്പോൾ നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. അടുത്തത്, നീ പാപം ചെയ്തു. ചിറകുവിടർത്തി മറയ്ക്കുന്ന കേറൂബേ, സ്വർഗം വിളിക്കുക. നിന്റെ അന്തർഭാഗം ചില കാര്യങ്ങൾ കൊണ്ട് നിറയുമ്പോ മനുഷ്യരും ദൂതന്മാരും ഒക്കെ എന്തുകൊടുത്തു? പാപം ചെയ്തു. സ്വതന്ത്രം. അപ്പം തമ്പുരാൻ വിളിച്ചു, ചിറക് കണ്ടില്ലേ, വിടർത്തി മറയ്ക്കുന്ന രൂപേ. എന്നിട്ട് എന്താ പറഞ്ഞു? ഞാൻ നിന്നെ എവിടെ ഇരുത്തിയിരുന്നു അറിയാമോ? വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ എവിടെ ആയിരുന്നു? എന്നിട്ട്
അഗ്നിമയമായ രഥങ്ങളുടെ മധ്യേ നീ സഞ്ചരിച്ചിരുന്നു. എന്നിട്ടോ നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. സമയമില്ല. 18-19 കൂടെ വായിച്ചു അഭാവം വിടാൻ പോവാ. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ അകൃത്യത്തിന്റെ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിന്റെ നീതികേട് കൊണ്ടും നിന്റെ ഏൽപ്പിച്ച പണിയുടെ നീതികേട്. വ്യാപാരത്തിന്റെ നീതികേട് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുക. എന്നെ നിങ്ങളെ ഏൽപ്പിച്ച ജോലിയുടെ നീതികേട്. ഇങ്ങോട്ട് നോക്ക്. ഉപദേശിപ്പണി ഏൽപ്പിച്ചാൽ ഉപദേശി നീതിയോട് ഉപദേശിപ്പണി ചെയ്യാം. സഹോദരിമാരെ, നിങ്ങളെ നേഴ്സിംഗ് പണി ഏൽപ്പിച്ചാൽ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങാനല്ല കർത്താൻ വിളിച്ചത്. ഒക്കെ നമുക്ക് എന്താണ് വിശ്വസ്തന്മാർ ഭൂമിയിൽ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിലാണ് ദൈവമക്കളെ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നു. മനസ്സിലായി? നാം തിരിച്ചറിയട്ടെ യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ നിന്റെ അകൃത്യത്തിന്റെ ബാഹുല്യം നിമിത്തവും നിന്റെ വ്യാപാരത്തിന്റെ നീതികേട് കേട്ടോ. നീതികേട് ആര് കാണിച്ചാലും തമ്പുരാൻ കണ്ടിരിക്കത്തില്ല. സ്തോത്രം. അവൻ ആരാ? നീതിമാൻ. നീതിമാൻ നീതിയെ ഇഷ്ടപ്പെടത്തില്ല. എന്നിട്ട് എന്തോ കൊടുത്തു? നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ നിന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി. ആദ്യത്തെ ഭാഗം വന്നു. ആദ്യത്തെ ദിവസം നിങ്ങൾ ദൈവത്തിന്റെ നമ്മളാരാ? ദൈവത്തിന്റെ മന്ദിരത്തെ നീ എന്താക്കി? ആക്കിയാൽ അടുത്ത സംഭവിച്ചത് നോക്കൂ. അതുകൊണ്ട് ഞാൻ നിന്നെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും. നിന്റെ നടുവിൽ നിന്നൊരു തീ പുറപ്പെടുവിച്ച് അത് നിന്നെ ദഹിപ്പിച്ചു കളയും. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് പൗലോസ് എഴുതിയപ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞു, നിന്റെ നടുവിൽ നിന്നൊരു തീ പുറപ്പെട്ട് നിന്നെ നശിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇവന്റെ അകൃത്യ ബാഹുല്യം? നീതികേട്. എടുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 12, 13, 14 വാക്യം. അരുണോദയപുത്രനായ ശുക്ര എഴുതിയിരിക്കുന്നു. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു? നിന്റെ നടുവിൽ നിന്ന് തന്നെ ഒരു തീ പുറപ്പെട്ട് നിന്നെ ഞാൻ ദഹിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തമ്പുരാന്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട വചനമാകുന്ന വാളുകൊണ്ട് ആമേൻ സ്തോത്രം അശുദ്ധനായി തീർന്ന ദുഷ്ട പിശാചിനെ വെട്ടിയിട്ടു. ഇവൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ പ്രവാചകനാകുന്ന യെശയ്യാവ് കണ്ടു. ആമേൻ സ്തോത്രം വിളിച്ചു പറഞ്ഞു, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ ഇങ്ങോട്ട് നോക്ക്. ഹല്ലേലൂയ. എന്നെ ശക്തിയായി വന്നെന്നറിയാം. ജാതികളെ താഴ്ത്തിക്കളയുന്നവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? അവൻ തന്നെ മറുപടി പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ. ആമേൻ സ്തോത്രം. അപ്പൊ ഇങ്ങോട്ട് നോക്കണേ. സ്തോത്രം. പോകരുത്. ആരാധിച്ചു കൊണ്ടിരിക്കുക. എന്തോ പറയുന്നേ? പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ആരാധിച്ചുകൊണ്ട് വാഗൊണ്ട് പറഞ്ഞ് ചിറകുവിടർത്തി പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ ഹൃദയത്തിലൂടെ പോകുന്നത്, ഞാൻ എന്തിനാ ഈ യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നത്? എനിക്കും ഒരു ആരാധന കിട്ടിയിരുന്നെങ്കിൽ. പിശാച് ആരാധന കൊതിയനാണ്. ഹല്ലേലൂയ. യഹോവ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ ചിന്തിച്ചു, എന്നെയും ആരാധിച്ചിരുന്നെങ്കിൽ അവൻ അതിനവനൊരു ഇടം കണ്ടെത്താൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചു. ഞാൻ എന്തോ എടുക്കും? സ്വർഗത്തിൽ കയറും. എന്റെ സിംഹാസനം ദൈവത്തിന്റെ. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായോ? തമ്പുരാനെ താഴ്ത്തിയിട്ട് ദൈവത്തിന്റെ നക്ഷത്രങ്ങളുടെ
മീതെ എന്റെ സിംഹാസനം വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിലിരുന്ന് ഞാൻ അരുളും. ഞാൻ മേഘോന്നതങ്ങളിൽ അത്യുന്നതനോട് സമനാകും എന്നല്ലോ. എന്തോ നടന്നുകൊണ്ടിരിക്കുക, വായിങ്ങോട്ട് എന്തോ നടന്നുകൊണ്ടിരിക്കുക, ഭയങ്കര ആരാധന നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഹൃദയത്തിൽ പറഞ്ഞത് വേറെയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കാൻ വരുന്ന പ്രിയപ്പെട്ടവരുടെയൊക്കെ ഹൃദയം നോക്കുന്ന അമ്പരാനുണ്ടെന്ന്. അതുകൊണ്ടാണ് ഈയോ പറഞ്ഞു, ദൂതന്മാരിൽ പോലും അവൻ എന്തോ ഇല്ല, പ്രസാദമില്ല. സ്വന്തം ദൂതന്മാരിൽ പോലും പ്രസാദിക്കുന്ന വ്യക്തിയല്ല. ഇങ്ങനെ എന്തോടുത്തു? അവനെ ആകാശത്ത് നിന്ന് ഭൂമിയിലാണ്. മനസ്സിലായോ? സ്തോത്രം. എന്നിട്ട് ആമേൻ, സ്തോത്രം. അങ്ങോട്ട് സമയം. എന്നിട്ട് ഈ ഭൂമിയുടെ ഉത്തരവാദിത്തം യേശു കർത്താവിനെ ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് അവൻ ആദാമ്യ വർഗത്തിന്റെ വാദത്തിന് വേണ്ടി ഭൂമിയിൽ ഇറങ്ങി വന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനി ഇവൻ എന്തോ എടുക്കണം? മേളിൽ കയറുമെന്ന് വിചാരിച്ചവനെ താഴോട്ടിറക്കി. മനസ്സിലായോ? മേലോട്ട് കയറാമെന്ന് വിചാരിച്ചവനെ താഴോട്ടിറങ്ങി. ഇനി ഇവൻ താഴേന്ന് മേളിൽ ചെന്ന് ആരാധിച്ചിട്ട് താഴെ വന്നു. സ്വത്രം. തമ്പുരാൻ വിട്ടില്ല. മഹാദയുള്ളവനല്ലേ ദൈവം. സ്വത്രം. എന്തെടുത്തു? ഈ ഭൂമിയിൽ ഹല്ലേലൂയ അവന് സ്തോത്രം ആവശ്യമുള്ള പട്ടണങ്ങളും ആവശ്യമുള്ള നഗരങ്ങളും പ്രൈസ് ദി ലോർഡ് എല്ലാം ദൈവം അവൻ ഈ ഭൂമിയിൽ ഒരുക്കി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വേദഭാഗം തൊട്ടുക. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ആ സബ്ജക്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എടുത്തോ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 23 മുതലുള്ള വാക്യം വായിച്ചാൽ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 23 മുതലുള്ള വാക്യം. ഞാൻ ഭൂമിയെ നോക്കിയത് പാഴും ശൂന്യവുമായി കണ്ടു. ഞാൻ ആകാശത്തെ നോക്കി അതിന് പ്രകാശമില്ലാതെ ഇരുന്നു. ഞാൻ പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല. ആകാശത്തിലെ പക്ഷികളും പറന്നുപോയിരുന്നു. ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. മതി. ഇത് നിങ്ങളുടെ മനസ്സിലൊന്നിരിക്കട്ടെ. ഇവൻ എന്തെടുത്തു? ദൈവം ഉണ്ടാക്കിക്കൊടുത്ത മനോഹരമായ ഈ ഭൂമിയിൽ സ്തോത്രം ഇവനെ പാസിച്ചു. ഇവൻ നക്ഷത്രങ്ങളിലുള്ള സ്തോത്രം ദൈവദൂതന്മാരുമായി ഇവന്റെ അകത്തിരിക്കുന്ന കാര്യം പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് തുല്യനാവണം, സമനാവണം. സ്തോത്രം. എടുത്ത ഭാഗം മറക്കരുത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാച് കൊണ്ടുവന്ന വിഷയം കൊണ്ടാണ് ഞാൻ ഇത്രയും പോയത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മരിക്കത്തില്ല, നിശ്ചയം. ആമേൻ. നിങ്ങൾ എന്തെടുക്കും? നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തെ പോലെ ആകും. ഇവന്റെ ആഗ്രഹം ദൈവത്തെ പോലെ ആകണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ആരാധിച്ചു കൊണ്ടിരുന്നവൻ ആമേൻ സ്തോത്രം നക്ഷത്രങ്ങളിലുള്ള ദൂതന്മാരുമായി തന്റെ പ്രോഗ്രാം സെറ്റ് ചെയ്ത് പിന്നെയും സ്തോത്രം ഇവൻ ഉയരങ്ങളിൽ കയറാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം എന്തെടുത്തു? പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ എന്തെടുത്തു? ഭൂമിയിൽ നിന്ന് അവനെ വലിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ചു എടുത്തോ. യോബിന്റെ പുസ്തകം 9-ാം അധ്യായം. യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 5, 6, 7 വാക്യം വായിച്ചാട്ടെ. അവൻ പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയും. കണ്ടോ? സ്തോത്രം. ഇവനെ വലിച്ചെറിഞ്ഞിട്ട് തമ്പുരാൻ പർവ്വതങ്ങളെ നീക്കി. അവിടെ നിൽക്കണവനെ നീക്കി. സ്തോത്രം. ശ്രദ്ധിച്ചോണം. ഞാൻ നോക്കിയപ്പോൾ ഭൂമി പാഴായും ശൂന്യമായും കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പർവ്വതങ്ങളെ നോക്കി, അത് കുലുങ്ങിക്കൊണ്ടിരുന്നു. അവൻ യിരെമ്യാവാ ഞാൻ പറയുന്നേ. ഞാൻ കുന്നുകളെ നോക്കി, അവ ആടിക്കൊണ്ടിരുന്നു.
പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനെയും ഞാൻ കണ്ടില്ല, പക്ഷികളെല്ലാം പറന്നുപോയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഉദ്യാനം മരുഭൂമിയായി തീർന്നു. വേദപുസ്തകത്തിൽ എഴുതി ഇയ്യോബിന്റെ പുസ്തകം 9:5 വായിച്ചോമനെ. അവൻ പർവ്വതങ്ങളെ അതറിയാതെ അപ്പോഴാണ് അതിന് കുലുക്കമുണ്ടായത്. അടുത്തത്, തന്റെ കോപത്തിൽ അവയെ മറച്ചു കളഞ്ഞു. അടുത്തത്, അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു. അവൻ ഭൂമിയെ നാസ്തികത്തിൽ തൂക്കിയിരുന്ന ഭൂമിയെ അവൻ അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളക്കി. അതിന്റെ തൂണുകൾ കുലുങ്ങിപ്പോകും. അതിന്റെ തൂണുകൾ കുലുങ്ങിപ്പോയി. അടുത്തത്, സൂര്യനോട് കൽപ്പിക്കുന്നു. അവൻ കഴിഞ്ഞ ദിവസം ഞാനത് അത് തൊട്ടുപോയെ. അവൻ സൂര്യനോട് കൽപ്പിക്കുന്നു പ്രകാശിക്കരുത് എന്ന്. അടുത്തത്, അത് ഉദിക്കാതിരിക്കുന്നു. അവൻ നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുദ്രയിടുന്നു. അവൻ നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുദ്രയിടുന്നു. അവൻ തനിച്ച് ആകാശത്തെ വിരിക്കുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ആമേൻ. ഇപ്പോൾ ഹല്ലേലൂയ, ഇങ്ങനെ സർവശക്തനായ ദൈവം ഇവന് പാർപ്പാൻ കൊടുത്ത സ്ഥലത്തെ വെള്ളത്തിൽ താഴ്ത്തി. അതാ ഞാൻ ആദ്യ ദിവസം ഒന്ന് തൊട്ട. ഓർമ്മയുണ്ടോ? ഇത്രയൊന്നും വിശദീകരിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ല. അങ്ങനെ ഇവനെ എന്തൊടുത്തു? ഇവൻ ഇങ്ങനെ ഊടാടി സഞ്ചരിക്കുക. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ യഹോവയായ ദൈവം സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? അവൻ പറഞ്ഞു, ഇറങ്ങാൻ പോകാൻ പറ്റത്തില്ല, കേട്ടത്തില്ലല്ലോ ഇവിടെ. സ്തോത്രം. ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവന്റെ പരിപാടി നിന്റെ ഹൃദയത്തെ കൈവശമാക്കുക. നമ്മുടെ ഹൃദയത്തെ അവൻ കൈവശമാക്കുക. പിശാച് എന്ത് ചെയ്തു? അവൻ സ്തോത്രം അവ്വായുടെ അടുക്കൽ വന്നു, ചോദിച്ചു. അവൻ സ്തോത്രം, ദൈവം നിങ്ങളോട് വാസ്തവമായി വല്ലതും കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത്. അവൻ പറഞ്ഞു, ഹല്ലേലൂയ, തിന്നുന്ന നാളിൽ നീ മരിക്കും. അവൻ പറഞ്ഞു, നീ മരിക്കത്തില്ല നിശ്ചയം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ എന്തായി തീരും? ദൈവത്തെ പോലെയാകും. ഇവന്റെ ആഗ്രഹം മറ്റവരിൽ കുത്തിവെച്ചു. ആരിൽ? മനുഷ്യരിൽ കുത്തിവെച്ചു. ഹൃദയത്തെ കൈവശമാക്കി. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിങ്ങൾ തിരിച്ചറിയാത്തവരല്ലല്ലോ. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഇവൻ ഹൃദയത്തെ കൈവശമാക്കി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പല മേഖലകളിലും സാധാരണ ഏറ്റവും വലിയ തന്ത്രപ്രധാനമാകുന്ന പരിപാടി ആമീൻ സ്തോത്രം, ജീവിതങ്ങളെ അവൻ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാതെ വണ്ണം, ദൈവത്തിന് വിരോധമാക്കുവാൻ തക്കവണ്ണം ഹൃദയത്തെ കൈവശമാക്കുക. അത് നിന്റെ ജീവിതത്തിന്റെ വിവിധ പ്രായങ്ങളിലും പിശാച് നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസനാകുന്ന യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനം 1 ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനിൽ ദൈവത്തിന്റെ സ്നേഹമില്ല. അടുത്തത് പറഞ്ഞു, ഇവൻ കൈവശമാക്കുന്ന ആമേൻ ഹല്ലേലൂയ ഹൃദയത്തെ വശീകരിക്കുന്ന, ഇവൻ വ്യക്തികളെ തകർത്ത് കളയുന്ന, അവൻ എന്നെയും നിങ്ങളെയും മുടിച്ചു കളവാൻ ആഗ്രഹിക്കുന്നത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. എന്നാ പറഞ്ഞേ? ജഡമോഹം. നിൽക്കണേ. അവൻ അവൾ ഹല്ലേലൂയ സ്തോത്രം. 6-ാമത്തെ വാക്യം ഉൽപ്പത്തി 1:6 വന്നു. ഉൽപ്പത്തി 3:6 തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാവ്യമെന്നും കണ്ടു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്തോ സംഭവിച്ചു? അവൾ കണ്ടു, പറിച്ചു, തിന്നു, ഭർത്താവിനും കൊടുത്തു. ഒരു പണ്ഡിതൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ടോ, സ്തോത്രം, ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത ആമേൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കുറച്ചുകൂടെ ശരിയാകാനും സാധ്യതയുണ്ടെന്ന് എനിക്കും അഭിപ്രായമുണ്ട്. സ്തോത്രം. 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം നിങ്ങൾ നോക്കി.
മനുഷ്യനും മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. പക്ഷെ അവർക്ക് ലജ്ജ തോന്നിയില്ല. തോന്നിയിരുന്നില്ല. ലജ്ജ തോന്നിയില്ല. ഇനിയിപ്പോ ഈ വൃക്ഷത്തിന്റെ ഫലം കൊണ്ട് തിന്നില്ലേ? തിന്നപ്പോ ഇവർക്ക് എന്തോ കണ്ടു തുറന്നു. എന്തോ കണ്ടു? എന്താ അവര് കണ്ടത്? സ്വർഗം കണ്ടില്ല, ഭൂമി കണ്ടില്ല, മറ്റൊന്നും കണ്ടില്ല. അവർ തമ്മിൽ തമ്മിൽ കണ്ടത് നഗ്നരാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആ പണ്ഡിതന്റെ അഭിപ്രായത്തിൽ ഞാൻ കൊണ്ട് ആമേൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആ വൃക്ഷത്തിന്റെ ഫലം തിന്നപ്പോൾ സ്തോത്രം ചില ആസക്തികൾക്ക് ഇവർ വശംവദരായി തീർന്നു. രാമി പറഞ്ഞു ജഡമോഹം. സ്തോത്രം. വാസപ്രാർത്ഥനയിലായിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ വിട്ടകലേണ്ടുന്ന, ദൈവത്തിന്റെ കൃപയെ അന്യപ്പെടുത്തി കളയുന്ന, ദൈവത്തിന്റെ മന്ദിരത്തെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി കളയുന്ന മണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുനിൽപ്പാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. കേൾക്കുന്ന ദൈവമക്കളെ, പിശാചിന്റെ ഒരൊറ്റ ആഗ്രഹം അവൻ മനുഷ്യനെ ദൈവത്തെ പോലെ. ഇന്ന് ലോകം പലരെയും ദൈവത്തെ ദൈവതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ദൈവമോ അവൻ സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകൾ അവങ്കിലേക്കാണ് ഉയർത്തുന്നത്. അവൻ പിശാച് ഒരിക്കലും നമ്മെ വഞ്ചിക്കരുത്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരുണ്ട്. അവന്റെ തന്ത്രം ജഡമോഹം, ദൈവത്തിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ദൈവകൃപയെ ധന്യപ്പെടുത്തി അവന്റെ വിശുദ്ധ മന്ദിരമാകുന്ന ദൈവത്തിന്റെ ആലയമായ നിന്നെ, ആരാധന നടക്കുന്ന, പ്രാർത്ഥന നടക്കുന്ന ദൈവത്തിന്റെ ആലയമായ നിന്നെ അശുദ്ധമാക്കി അവൻ പടുപടിയിൽ തള്ളിയിടുവാൻ പിശാച് വാഞ്ചിക്കുമ്പോ, പദ്ധതിയിടുമ്പോ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ ആണിരുന്ന് ചിലത് ദൈവത്തിനെ അണിയിക്കുകയാണ്. വേഷഭൂഷാദികളല്ല, അവൻ പൊന്നാഭരണങ്ങളല്ല, സ്വർഗത്തിലെ നിത്യമായ മഹാധനം. വിശ്വാസത്താൽ പ്രാപിക്കട്ടെ. മക്കൾ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ആമേൻ. മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ആമേൻ. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ദോഷികളായി നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ, ഇച്ഛിക്കുന്നെങ്കിൽ എന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ എന്റെ പിതാവ് എത്ര അധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും.